السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസ് മുതൽ നാം ആരംഭിച്ച വിഷയം അല്ലെങ്കിൽ കഴിഞ്ഞ ദർസിൽ നാം സംസാരിച്ച വിഷയം വിലായത്തിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചത്. ആരാണ് അല്ലാഹുവിന്റെ വലിയാകാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്, വിലായത്തിന്റെ പദവികൾ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്, അല്ലാഹുവിന്റെ വലിയിനുള്ള പ്രത്യേകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉന്നതമായ സ്ഥാനങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചു. അന്ന് നാം പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ വരുന്ന ദർസിൽ അഥവാ ഇന്നത്തെ ദർസിൽ നമ്മുടെ വിഷയം കറാമത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ദർസിൽ നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ അധികം വിശദീകരിക്കാതെ ഇന്നത്തെ ദർസിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ദർസിന്റെ അവസാനത്തിൽ നമ്മുടെ പതിവ് പോലെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണയിൽ ധാരാളമായി കേട്ട ഒരു പദമാണ് കറാമത്ത് എന്നുള്ളത്. സാധാരണയിൽ നമ്മൾ കേട്ടുവന്നിരിക്കുന്ന ഒരു പദമാണ് കറാമത്ത് എന്നുള്ളത്. കറാമത്ത് എന്നുള്ളത് ശർഈയായ ഒരു പദമാണ്. ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന, അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവരുടെ സംസാരങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് കറാമത്ത് എന്നുള്ളത്. നമ്മൾ പൊതുവെ അത് ധാരാളം കേട്ടിട്ടുണ്ട്. ഇന്ന വലിയന്റെ കറാമത്ത്, ഇന്ന വ്യക്തിയുടെ കറാമത്ത് എന്ന രൂപത്തിലൊക്കെ അനേകം നമ്മളെല്ലാവരും അത് കേട്ടവരാണ്. ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? കറാമത്ത് എന്ന് പറയുന്ന ആ ഒരു വാക്കർത്ഥം, ആ ഒരു വാക്കിന്റെ അറബി ഭാഷയിലുള്ള അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ബഹുമാനിക്കുക എന്നൊക്കെയാണ്. ഇന്ന വ്യക്തിയെ ബഹുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയെ ആദരിച്ചു എന്നൊക്കെ പറയാൻ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം അക്റംതു എന്നൊക്കെയാണ്. അക്റംതു ഫുലാനൻ, ഞാൻ ഇന്ന ആളെ ബഹുമാനിച്ചു, ആദരിച്ചു എന്നൊക്കെ അറബി ഭാഷയിൽ പറയാറുണ്ട്. അപ്പോൾ കറാമത്ത് എന്ന് പറയുന്നത് ഭാഷാപരമായി അതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ഒരു വ്യക്തിക്കുള്ള ബഹുമാനം, ഒരു വ്യക്തിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഭാഷാപരമായി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് നിങ്ങൾ ആ ഒരു ഭാഷാർത്ഥം മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായി ബാറക്കല്ലാഹു ഫീക്കും, പൊതുവെ നമ്മൾ കറാമത്ത് എന്ന് കേട്ടുകേൾവിയുള്ളത്, അല്ലെങ്കിൽ ഔലിയാക്കളുടെ കറാമത്തുകൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു അർത്ഥം, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ ഓടിവരുന്ന ഒരു അർത്ഥം എന്താണ്? അവരുടെ കരങ്ങളിലൂടെ അമാനുഷികമായ അല്ലെങ്കിൽ അസാധാരണമായ, പൊതുവിൽ സംഭവിക്കാത്ത, സാധാരണക്ക് വിപരീതമായ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് കറാമത്തുകൾ ഉണ്ടായി എന്ന് സംസാരിക്കുന്നത്. പൊതുവെ ആളുകൾ അങ്ങനെയാണ് പറയാറുള്ളത്, അദ്ദേഹത്തിൽ നിന്ന് കറാമത്തുകൾ ഉണ്ടായി. എന്നാൽ സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഈ വിഷയം വ്യാഖ്യാനിച്ചതും അതിനെക്കുറിച്ച് സംസാരിച്ചതും നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ കറാമത്ത് ഒന്നുകൂടി വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. കറാമത്ത് എന്നുള്ളത് ഒന്നുകൂടി വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. കേവലം അസാധാരണമായ ഒരു പ്രവർത്തനം ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിക്കുമ്പോൾ മാത്രമല്ല അതിന് കറാമത്ത് എന്ന് പറയുന്നത്. മറിച്ച് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പൊതുവെ അവരുടെ സംസാരങ്ങളിൽ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന എല്ലാവിധ ബഹുമാനങ്ങൾക്കും, ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ബഹുമതികൾക്കും അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ആദരവിനൊക്കെ ഉലമാക്കൾ എന്ത് പറയാറുണ്ട്? കറാമത്ത് എന്ന് പറയാറുണ്ട്. ഉലമാക്കൾ കറാമത്ത് എന്ന് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സംസാരങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് ലളിതമായി ചില കാര്യങ്ങൾ വിശദീകരിക്കാം. എന്താണ് അല്ലാഹു നൽകിയിരിക്കുന്ന ആദരവ്, അല്ലെങ്കിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന മഹത്വം, അസാധാരണമായ പ്രവർത്തനങ്ങൾക്കല്ലാതെ കറാമത്ത് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന സംസാരങ്ങളിൽ നമുക്ക് ലളിതമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സഹോദരങ്ങളെ, ഒന്നാമതായി അല്ലെങ്കിൽ അടുത്ത വിഷയത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പൊതുവെ വ്യാപകമായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് എന്താണ്? പ്രവാചകന്മാരിൽ നിന്ന് അസാധാരണമായ ഒരു പ്രവർത്തനം സംഭവിച്ചാൽ അതിനെ മുഅ്ജിസത്ത് എന്നും,
ഔലിയാക്കളിൽ നിന്ന് അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചാൽ അതിനെ കറാമത്ത് എന്ന് വിളിക്കും. അതാണ് പൊതുവിൽ ഇന്ന് ആളുകൾ ചെയ്തു വരുന്നത്. എന്നാൽ മുതഖദ്ദിമീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അഥവാ മുൻഗാമികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവരുടെ അരികിൽ ഈ ഒരു വേർതിരിവിലായിരുന്നില്ല അവർ കാര്യങ്ങളിൽ സംസാരിച്ചിരുന്നത്. അഥവാ പ്രവാചകന്മാരിൽ നിന്ന് സംഭവിക്കുമ്പോൾ മാത്രം മുഅ്ജിസത്ത് എന്നും ഔലിയാക്കളിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാചകരല്ലാത്തവരിൽ നിന്ന് സംഭവിക്കുമ്പോൾ കറാമത്തുകൾ എന്നിങ്ങനെ വേറിട്ടൊരു പേര് അവർ നൽകിയിരുന്നില്ല. മറിച്ച് അവരുടെ സംസാരങ്ങളിൽ എല്ലാ അസാധാരണമായ പ്രവർത്തനങ്ങൾക്കും അവരെന്തു പറയും? മുഅ്ജിസത്ത് എന്ന് പറയാറുണ്ട്. അവരുടെ സംസാരങ്ങളിൽ അസാധാരണമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരെന്തു പറയും? മുഅ്ജിസത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ആയത്തുകൾ എന്ന് പറയും. അത് വലിയന്റേതാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ പൊതുവെ പറയാറുള്ള ഔലിയാക്കളുടെ കരങ്ങളിലൂടെ സംഭവിച്ചിരിക്കുന്ന കറാമത്തുകളാണെങ്കിലും അമ്പിയാക്കളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന മുഅ്ജിസത്തുകളാണെങ്കിലും അതിനൊക്കെ അവർ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ആയത്തുകൾ എന്നുള്ളത്. അതുപോലെ തന്നെ മുഅ്ജിസത്തുകളും എന്ന് അവർ പറയാറുണ്ട്. മുഅ്ജിസത്തുകൾ എന്നും അവർ പറയാറുണ്ട്. ഇമാം ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശർഹു തഹാവിയയിൽ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഖാഇദത്തുൻ ഫിൽ മുഅ്ജിസാത്തി വൽ കറാമാത്ത് എന്ന റിസാലയിലും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ആശയം സൂചിപ്പിച്ചതായി കാണാം. ഞാൻ പറഞ്ഞതിന്റെ ആകെത്തുക എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മുൻഗാമികളായ പണ്ഡിതന്മാർ മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരിൽ നിന്ന് മാത്രം സംഭവിക്കുന്നത്, കറാമത്തുകൾ ഔലിയാക്കളിൽ നിന്ന് മാത്രം സംഭവിക്കുന്നത് എന്ന രൂപത്തിലല്ല അവർ വിഷയങ്ങളെ വിശദീകരിച്ചത്. മറിച്ച് അസാധാരണമായ പ്രവർത്തനങ്ങൾ ആരിൽ നിന്ന് നടന്നാലും അസാധാരണമായ പ്രവർത്തനങ്ങൾ ആരിൽ നിന്ന് നടന്നാലും അവർ ഒരു പദം മറ്റൊന്നിന് ആയത്ത് എന്ന് ഒരു പദം ഉപയോഗിച്ച് രണ്ടും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അമ്പിയാക്കളാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അവർ സംസാരിക്കാറുള്ളതായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഖാഇദത്തുൻ ഫിൽ മുഅ്ജിസാത്തി വൽ കറാമാത്ത് എന്ന റിസാലയിൽ പരാമർശിക്കുന്നതായി കാണാം. അതാണ് ഇമാം അഹ്മദിന്റെ അഭിപ്രായമെന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും പറഞ്ഞതിന്റെ ഒരു ആകെ തുക, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഇമാം ബുഖാരിയുടെ ഒരു സംസാരം നിങ്ങൾ വായിച്ചു, അതിൽ നിങ്ങൾ കറാമത്ത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വലിയന്റെ ഒരു സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബിയുടെ ഒരു സംഭവമാണ് കൊണ്ടുവന്നതെങ്കിൽ നിങ്ങൾ ആരും എന്ത് കരുതരുത്, ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റി. കാരണം വലിയിൽ നിന്ന് സംഭവിക്കുമ്പോൾ അതിന് കറാമത്ത് എന്നും നബിമാരിൽ നിന്ന് സംഭവിക്കുമ്പോൾ മാത്രമാണ് മുഅ്ജിസത്ത് എന്നും പറയുക എന്നൊന്നും നിങ്ങൾ കരുതരുത്. മറിച്ച് പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലും ഉപയോഗിക്കാറുള്ളതായി അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ അവസാനത്തിൽ ചോദിക്കാം. അതുകൊണ്ട് തന്നെ മുൻഗാമികളുടെ കിതാബുകൾ നിങ്ങൾ നോക്കിയാൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ബാബു അലാമാത്തി നുബുവത്തി ഫിൽ ഇസ്ലാം പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അധ്യായത്തിൽ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ, അലാമത്തുകൾ, ആയത്തുകൾ എന്ന് പറഞ്ഞ അധ്യായത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ സഹാബികളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ചില കറാമത്തുകൾ ഉദ്ധരിച്ചതായി കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ സഹാബികളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ചില കറാമത്തുകൾ ഉദ്ധരിച്ചതായി കാണാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇമാം ബുഖാരി റഹിമഹുല്ലാ പ്രവാചകന്റെ അലാമത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള നുബൂവത്തിന്റെ ചില അടയാളങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ സഹാബത്തിന്റെ ചില കറാമത്തുകൾ ഉൾക്കൊള്ളിച്ചതായി കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉപയോഗം പണ്ഡിതന്മാർ പൊതുവെ നടത്താറുണ്ട്. അപ്പോൾ മുഅ്ജിസത്തിന് കറാമത്ത് എന്ന് പറയുന്ന ഒരു ശൈലി അല്ലെങ്കിൽ നേരെ തിരിച്ച് അല്ലെങ്കിൽ ആയത്ത് എന്ന് പറഞ്ഞ് മുഅ്ജിസത്തുകളും കറാമത്തുകളും ഒക്കെ അതിൽ ഉൾക്കൊള്ളിക്കുന്ന ശൈലികളൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ പണ്ഡിതന്മാരുടെ സംസാരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കറാമത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ അസാധാരണമായ എന്തെങ്കിലും നടക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അതിന് മാത്രം പറയുന്ന ഒരു പേരല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഒരു കറാമത്താണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ശരിക്കും ശ്രദ്ധിക്കുക,
മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ എനിക്ക് ഖുർആൻ ഓതിത്തരണം, താങ്കൾ എനിക്ക് ഖുർആൻ ഓതിത്തരണം. അല്ലെങ്കിൽ അതിന്റെ ശരിയായ വാക്കർത്ഥം വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബിനോട് പറഞ്ഞു, താങ്കൾ എനിക്ക് ഖുർആൻ ഓതി തരാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എനിക്ക് ഖുർആൻ ഓതി തരാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ സമയം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹു സമ്മാനി ലക്, എന്റെ പേര് അല്ലാഹു പറഞ്ഞിരുന്നോ? പ്രവാചകൻ ഉബയ്യ് ഇബ്നു കഅബിനോട് പറഞ്ഞ എന്താ? താങ്കൾ എനിക്ക് ഖുർആൻ ഓതി തരാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ആകാംക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, താങ്കളുടെ പേര് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖാല, ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു, വഖദ് ദുകിർതു ഇൻദ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനരികിൽ എന്റെ പേര് പറയപ്പെട്ടു എന്നാണോ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ എന്നോട് പറയുന്നത്? ഖാല നഅം, പ്രവാചകൻ പറഞ്ഞു, അതെ, താങ്കളുടെ പേര് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ സമയം മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കരച്ചിലടക്കാൻ സാധിച്ചിട്ടില്ല. ഇത് സഹോദരങ്ങളെ, നമ്മൾ പൊതുവെ കേട്ടുപരിചയമുള്ള കറാമത്ത് അഥവാ അസാധാരണമായി നടക്കുന്ന ഒരു സംഭവം എന്ന് നമ്മൾ പൊതുവെ പറയുന്ന ആ ഒരു വിശദീകരണം, ആ ഒരു ഡെഫിനിഷൻ വെച്ച് നോക്കിയാൽ ഇത് കറാമത്താണോ? അല്ല. കാരണം അസാധാരണമായി ഒന്ന് നടന്നു എന്ന്, അല്ലെങ്കിൽ പതിവിന് വിപരീതമായി ഒന്ന് നടന്നു എന്നവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതായി നമുക്കതിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഒരു പദവിയാണ്, അല്ലാഹു നൽകിയിരിക്കുന്ന ആദരവാണ്. അപ്പോൾ കറാമത്ത് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ നോക്കിയാൽ ഈ ഒരു ഉദാഹരണവുമായി വ്യക്തമായി നമുക്ക് മനസ്സിലാകും. എന്താണ് കറാമത്തിന്റെ അർത്ഥം? അല്ലാഹു നൽകിയിരിക്കുന്ന ആദരവ്. അത് വ്യത്യസ്ത രൂപത്തിലാകാം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു അറിവ് നൽകിക്കൊണ്ടാകാം, അല്ലെങ്കിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാകാം. അങ്ങനെ ഏത് രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ ഒരു ആദരവ് നൽകാം. അതുകൊണ്ട് തന്നെ കറാമത്തിനെ കേവലം അസാധാരണമായ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് ശർഇന്റെ അൽഫാളുകൾ നല്ല രൂപത്തിൽ മനസ്സിലാകാതെയുള്ള പ്രവർത്തനമാണ്. മറിച്ച് കറാമത്ത് എന്ന് പറയുന്നത് വിശാലമായ ഒരു കാര്യമാണ്. കറാമത്ത് എന്ന് പറയുന്നത് വിശാലമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അദ്ദേഹത്തിന്റെ കറാമത്തായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, അതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ സംസാരിക്കുമ്പോൾ നാട്ടിലുള്ള ചില ഔലിയാക്കൾ, അവർ വാദിക്കുന്ന ചില ഔലിയാക്കളുടെ കറാമത്തുകൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എണ്ണിപ്പറയും. എന്നിട്ട് എന്ത് പറയും? സഹാബത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ, ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എന്തെങ്കിലും ഒരു കറാമത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു മറുപടി ഉണ്ടാവില്ല. നേരെ മറിച്ച് പല ബാത്തിലുകളും പേറിക്കൊണ്ട് പല കളവുകളും പല കറാമത്തുകളും പറഞ്ഞു നടക്കുന്നുണ്ടാകും. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാവണമെന്നില്ല. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കറാമത്തുണ്ട്. എന്താണ് കറാമത്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരാരോപണം ഏറ്റ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ ചില മുനാഫിഖീങ്ങൾ വ്യഭിചാരാരോപണം നടത്തിയ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിച്ചു. 7 ആകാശത്തിന് മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവതരിപ്പിച്ചു. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു, എന്റെ വിഷയത്തിൽ ഖുർആൻ സംസാരിക്കുമെന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംസാരിക്കാൻ മാത്രം വിലയും നിലയുമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ എത്രയോ നിസാരയായ ഒരു സ്ത്രീയാണ് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുള്ളതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി തരുന്നത് എന്താ? 7 ആകാശത്തിന് മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം വിളിച്ചു പറയുന്നത്. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കറാമത്താണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് കറാമത്ത് ഉണ്ടായിട്ടില്ല, മറിച്ച് ചില വേറെ ആളുകൾക്ക് കറാമത്തുണ്ടായി എന്നൊക്കെ പറയുന്ന സംസാരം തെറ്റാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായി കറാമത്തിനോട് തുല്യമായി വരുന്ന മറ്റേത് കറാമത്താണുള്ളത്? 7 ആകാശത്തിന് മുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ കറാമത്ത് എന്താണ്? അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു കഅബിന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നതിനേക്കാൾ വലിയ കറാമത്ത് എന്താണ്? അപ്പോൾ ഇതൊക്കെ കറാമത്തിന്റെ ചില ഇനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട്
ഞാൻ ആവർത്തിക്കുന്നു, കറാമത്ത് എന്ന് പറഞ്ഞാൽ അസാധാരണമായ ചില പ്രവർത്തനങ്ങൾക്ക് മാത്രം പറയുന്ന പേരല്ല. അസാധാരണമായ ചില പ്രവർത്തനങ്ങൾക്ക് മാത്രം പറയുന്ന പേരല്ല. അതേപോലെ നിങ്ങൾക്കെല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചില നിലപാടുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല യോജിച്ചത് നമുക്കറിയാം. അഥവാ ചില കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെയായിരുന്നുവെങ്കിൽ, ഇപ്പൊ ഹിജാബിന്റെ വിഷയത്തിൽ ഇങ്ങനെയായിരുന്നുവെങ്കിൽ, ഹിജാബിന്റെ ആയത്ത് അല്ലെങ്കിൽ ഹിജാബിന്റെ ഒരു കൽപ്പന ശരീഅത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനോട് അത്തരത്തിലുള്ള സംസാരം നടത്തുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ പലയിടങ്ങളിൽ ഉലമാക്കൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞു 6 സാഹചര്യങ്ങൾ, ചില പണ്ഡിതന്മാർ അതിലധികം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല യോജിച്ചുകൊണ്ട് ആയത്തുകൾ അവതരിപ്പിച്ചതിനെ പണ്ഡിതന്മാർ എന്തായി പറഞ്ഞിട്ടുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തായി പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ അത് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തായി എണ്ണിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഇമാം ഇബ്നുൽ ഖയ്യിം മദാരിജുസ് സാലിക്കീനിൽ ഉദ്ധരിച്ചതായി കാണാം. അഅളമുൽ കറാമത്തി ലുസൂമുൽ ഇസ്തിഖാമ, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകലാണ്. ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകലാണ്. അപ്പോൾ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ പാലിച്ച് അവൻ വിലക്കിയ കാര്യങ്ങൾ വർജിച്ച് ഒരു വ്യക്തി ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ വലിയാണ്. അവന് കറാമത്തുണ്ടായിട്ടുണ്ട്. അവന്റെ കറാമത്ത് എന്താണ്? ആ ഇസ്തിഖാമത്താണ്. അവന്റെ കറാമത്ത് ഇസ്തിഖാമത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് വരുന്നവരോട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതേ സംസാരം ഇമാം ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലയും നടത്തിയതായി കാണാം. ഇന്നമൽ ഖറാമത്തു ലുസൂമുൽ ഇസ്തിഖാമ, കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് മുറുകെ പിടിച്ച് ജീവിക്കലാണ് എന്ന് ഇമാം ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? കറാമത്തുകൾ എന്ന് പറയുന്നത് കേവലം നമ്മൾ പൊതുവെ പരിചയപ്പെട്ടതുപോലെ അസാധാരണമായ ഒരു പ്രവർത്തനങ്ങൾ മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ആദരവ്. നേരത്തെ പറഞ്ഞു ഉബയ്യ് ഇബ്നു കഅബിന്റെ ഹദീസിലുള്ളതുപോലെ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട സംഭവത്തിലുള്ളതുപോലെ, അതിനൊക്കെ എന്ത് പറയും? ശരീഅത്തിൽ കറാമത്ത് എന്ന് പറയും. അതല്ലാതെ കറാമത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. ഇതുപോലുള്ള ഒരു സംഭവം മഹാനായ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നമുക്ക് കാണാം. മഹാനായ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലും അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമായിരിക്കാം. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു. ശരിക്കും ശ്രദ്ധിക്കണം. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു. വിശാലമായ ഒരു ചരിത്രമാണ്. എന്നാൽ അതിന്റെ പ്രധാന ഭാഗങ്ങൾ പറയാം. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ ഈ ഒരു ആരോപണം ഉന്നയിക്കുകയും അത് സഹാബികളുടെ ചെവിയിൽ എത്തുകയും ചെയ്തു. സഹാബികളൊക്കെ അല്ലെങ്കിൽ പല ആളുകളും ഈ ഒരു സംസാരം വിശ്വസിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പോലും സെയ്ദ് ബിൻ അർഖമിനെ കുറിച്ച് ഇങ്ങനെ മോശമായ ഒരു സംസാരം എത്തുകയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശ്വസിക്കുകയും ചെയ്തു. വിശ്വസിക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനോട് കോപിച്ചു. മുസ്ലിമീങ്ങൾ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനോട് കോപിച്ചു. അൻസാരികളായ പല സഹാബികളും, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ വന്നതുപോലെ അൻസാരികളായ പല സഹാബികളും സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം സൂറത്തുൽ മുനാഫിഖീനിലെ 1-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇദാ ജാഅകൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന ആയത്തിലൂടെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നിരപരാധിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചു. ഈ സമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അയച്ചു. ഇന്നല്ലാഹ ഖദ് സദ്ദഖക യാ സെയ്ദ്, സെയ്ദേ
നീ പറഞ്ഞതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിവച്ചിരിക്കുകയാണ്, നീ പറഞ്ഞത് സത്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചതായി ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 7 ആകാശത്തിന് മുകളിൽ നിന്ന് അല്ലാഹു നിരപരാധിത്വം പറഞ്ഞത് പൊതുവെ നമ്മൾ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണെങ്കിൽ അതോടൊപ്പമുള്ള മറ്റൊരു വ്യക്തിയാണ്, മറ്റൊരു സംഭവത്തിൽ മഹാനായ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു, അത് അദ്ദേഹത്തിന്റെ കറാമത്താണ്. അപ്പോൾ ഈ പറയപ്പെട്ട ചില ഉദാഹരണങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? കറാമത്ത് എന്ന് പറയുമ്പോൾ കേവലം അസാധാരണമായ ഒരു പ്രവർത്തനം നടന്നാൽ, ഉദാഹരണത്തിന് വെള്ളത്തിന് മുകളിലൂടെ നടക്കുക, അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ മാത്രം കറാമത്തിന്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ശരീഅത്തിൽ കറാമത്തിന് വിശാലമായ അർത്ഥമുണ്ട്. ആ വിശാലമായ അർത്ഥത്തിൽ ആദ്യം ഉൾക്കൊള്ളുന്നത് നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ്, അള്ളാഹു പുകഴ്ത്തിയതുപോലെയുള്ള സംഭവങ്ങൾ. ഇപ്പൊ നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു എന്ന് പറഞ്ഞ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തിയിട്ടുണ്ട്. മുഫസ്സിരിങ്ങൾ ഇജ്മാഅോടെ പറഞ്ഞു ആയതുകൊണ്ടുള്ള ഉദ്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നമ്മൾ പൊതുവെ കറാമത്തിന് ഉപയോഗിക്കുന്ന അർത്ഥം വെച്ച് നോക്കിയാൽ അസാധാരണമായ പ്രവർത്തനങ്ങൾ അവിടെയില്ല. പക്ഷേ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് അല്ലാതിരിക്കോ? എല്ലാ കറാമത്തുകൾ ഒരുമിച്ച് കൂട്ടിയാലും ആ ഒരു കറാമത്തിന്റെ അരികിൽ എത്തുക പോലുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറയുക എന്ന് പറയുന്നത് അല്ലാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണ്. എന്നാൽ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് കറാമത്തുകൾ സംഭവിച്ചാൽ അത് നമ്മൾ ബാഹ്യമായി അദ്ദേഹത്തിന്റെ അവസ്ഥ നല്ലതായി കാണുന്നതെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള കറാമത്തായി, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ കറാമത്തായി നമ്മൾ പരിഗണിക്കും. പക്ഷേ അള്ളാഹുവിന്റെ അരികിൽ അതിന്റെ വിധി എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ പറഞ്ഞ സെയ്ദ് ബിൻ അർഖമിന്റെ സംഭവം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, ഉബയ്യ് ബിൻ കഅബിന്റെ സംഭവം, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം, ഇതൊക്കെ അള്ളാഹു അവരെ പുകഴ്ത്തുകയും അവരെ അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വരില്ല, അല്ലെങ്കിൽ അതിനോടൊപ്പം ആ ഒരു മർത്തബയിലൊന്നും ഈ പറയപ്പെട്ട കറാമത്തുകൾ എത്തുകയില്ല. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, കറാമത്തുകൾ എന്ന് പറയുന്നത് അസാധാരണമായ ചില പ്രവർത്തനങ്ങൾക്ക് മാത്രം ചുരുക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത ശരീഅത്തിന്റെ അധ്യാപനങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ സംസാരത്തിൽ അങ്ങനെ ഒരു മേഖലയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ എന്ത് മനസ്സിലാക്കുക? അദ്ദേഹം ഒരു പക്ഷേ ആ ഒരു മേഖല മാത്രം ഉദ്ദേശിച്ച് സംസാരിക്കുന്നതായിരിക്കാം. അതല്ലാതെ മറ്റൊരു വശം അതിൽ ഉൾപ്പെടില്ല എന്നൊരർത്ഥം അതിലില്ല. മറ്റൊരു വശം അതിൽ ഉൾപ്പെടില്ല എന്നൊരർത്ഥം അതിലില്ല. തയ്യിബ്, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലെങ്കിൽ സ്വഹാബികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ചില പദവികൾ, സ്വഹാബികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ചില പദവികൾ, അതിനെന്ത് പറയും? അതിനും കറാമത്ത് എന്ന് പറയും. അപ്പോൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന ആദരവ്. അതല്ലാതെ കറാമത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അസാധാരണമായ പ്രവർത്തനങ്ങൾക്ക് മാത്രം പറയുന്ന ഒരു പേരല്ല. ഇത് നിങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പൊതുവെ വ്യാപകമായി ഈ ഒരു പേര് ഉപയോഗിക്കപ്പെടുന്നത് ഏതൊരാശയത്തിലാണ്? അസാധാരണമായ പ്രവർത്തനങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ കറാമത്തിനെ വിശദീകരിക്കുമ്പോൾ എന്ത് പറഞ്ഞത്? കുല്ലു ഖാരിഖിൻ ലിൽ ആദ, പതിവിന് വിപരീതമായി നടക്കുന്ന കാര്യങ്ങളെന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നുബുവാത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അന്നുബുവാത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു വിഷയം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളിൽ പെട്ടതാണ് കറാമത്തുകളിൽ വിശ്വസിക്കുക എന്നുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളിൽ പെട്ടതാണ് കറാമത്തുകളിൽ വിശ്വസിക്കുക എന്നുള്ളത്. കറാമത്ത് നിഷേധിക്കാൻ പാടില്ല. കറാമത്ത് നിഷേധിക്കുക ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടാത്തതാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ചില കറാമത്തുകളെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറാമത്ത് നിഷേധിക്കുന്നവൻ വാസ്തവത്തിൽ ഖുർആനിനെ നിഷേധിക്കുന്നവരാണ്. കറാമത്തിനെ നിഷേധിക്കുന്നവർ പരിശുദ്ധ ഖുർആനിലെ നുസൂസുകളെ നിഷേധിക്കുന്നവരാണ്. പക്ഷേ കറാമത്തുകൾ എപ്പോഴാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് വരുന്ന സംസാരത്തിൽ നമുക്ക് വിശദീകരിക്കാം. പണ്ഡിതന്മാർ കറാമത്ത് സ്വീകരിക്കാൻ ചില നിബന്ധനകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കറാമത്ത് എങ്ങനെയാണ് ശരി എന്ന് മനസ്സിലാക്കാൻ ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാമിന്റെ വാസിത്തയിലൊക്കെ ചില സംസാരങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിൽ ഒന്നാമത്തെ നിബന്ധന അൽ ഇസ്തിഖാമത്തു അലാ ശർഇല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച്
വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് സംഭവിക്കുമ്പോഴാണ് അത് കറാമത്ത് എന്ന് പറയുക. അപ്പൊ കറാമത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുന്ന പ്രവർത്തനങ്ങൾ, അസാധാരണമായ പ്രവർത്തനങ്ങളാകട്ടെ, അങ്ങനെയുള്ള ഏത് വിഷയങ്ങളും ഒരു വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന അദ്ദേഹം മുസ്തഖീമായിരിക്കണം, ശരിയായ മാർഗത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു അഅ്ളമുൽ കറാമത്തി ലുസൂമുൽ ഇസ്തിഖാമ. ശൈഖുൽ ഇസ്ലാം പറഞ്ഞു ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ദീനിൽ അടിയുറച്ചു നിൽക്കലാണ്. അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യലാണ് ഏറ്റവും വലിയ കറാമത്ത്. അതുകൊണ്ട് തന്നെ മുസ്തഖീമല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് അസാധാരണമായ വല്ല പ്രവർത്തനങ്ങളും സംഭവിച്ചാൽ അതൊരിക്കലും അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന പ്രവർത്തനം അള്ളാഹു നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് ആദരവോടെ നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞു, ഇത്തഫഖ അഹ്ലുൽ മഅരിഫത്തി വത്തഹ്ഖീഖ്, ഉലമാക്കൾ എല്ലാവരും ഏകോപിച്ച കാര്യമാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അന്ന റജുല ലൗ താറ ഫിൽ ഹവാ, ഒരു വ്യക്തി ആകാശത്തൂടെ പറന്നു നടന്നു, ഔ മശാ അലൽ മാ, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ സഞ്ചരിച്ചു, അങ്ങനെയാണെങ്കിൽ ലം യുത്തബഅ ഇല്ലാ അൻ യകൂന മുവാഫിഖൻ ലിഅംരില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ശേഷം പറയാണ്, വമൻ റഅ മിൻ റജുലിൻ, ആരെങ്കിലും മറ്റൊരു വ്യക്തിയിൽ നിന്ന് കണ്ടു, മുകാശഫതൻ, എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് ഒരു പുതിയ അറിവ് ലഭിച്ചതായി, ഔ തഅ്സീറൻ, അല്ലെങ്കിൽ ഈ കറാമത്തുകൾ പറയപ്പെടുന്ന എന്തെങ്കിലും, ഫത്തബഅഹു ഫീ ഖിലാഫിൽ കിതാബി വസ്സുന്ന കാന മിൻ ജിൻസി അത്ബാഇ ദജ്ജാൽ, ഈ വ്യക്തി അഥവാ ഒരു വ്യക്തിയിലേക്ക് കറാമത്ത് ചേർത്തപ്പെടുന്നു, ആ വ്യക്തിയാണെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ല എങ്കിൽ അദ്ദേഹത്തെ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ പിൻപറ്റുന്നുവെങ്കിൽ അവൻ വാസ്തവത്തിൽ പിൻപറ്റുന്നത് ദജ്ജാലിനെയാണ്, അല്ലെങ്കിൽ ദജ്ജാലിനെ പിൻപറ്റുന്ന ആളുകളുടെ കൂടെയാണ് അവൻ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു. എന്തുകൊണ്ടാണ്? ഫഇന്ന ദജ്ജാല യഖൂലു ലിസ്സമാ, ദജ്ജാൽ അവസാന നാളിൽ വന്നാൽ ആകാശത്തോട് എന്ത് പറയും? അംതിരി, മഴ വർഷിപ്പിക്കൂ എന്ന് പറയും. ഫതുംതിർ, ആകാശത്ത് നിന്ന് മഴ വർഷിക്കും. വയഖൂലു ലിൽ അർദ്, ഭൂമിയോട് പറയും അംബിതി, നീ സസ്യലതാദികൾ മുളപ്പിക്കുക. ഫതുംബിത്, അങ്ങനെ സസ്യലതാദികൾ മുളക്കപ്പെടും. അങ്ങനെ ദജ്ജാലിന്റെ കൽപ്പനയനുസരിച്ച് ആകാശത്ത് നിന്ന് മഴ വർഷിക്കുകയും ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ വളരുകയും ചെയ്യും. ഇത് ബാഹ്യമായി നോക്കുമ്പോൾ എന്താണ്? അസാധാരണമായ പ്രവർത്തനമാണ്. പക്ഷേ ദജ്ജാൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ ദജ്ജാലിനെ പിൻപറ്റുക എന്നുള്ളത് വിശ്വാസിയുടെ മാർഗമല്ല. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക, അസാധാരണമായ പ്രവർത്തനം ഒരു വ്യക്തിയിൽ സംഭവിച്ചതിന്റെ പേരിൽ മാത്രം, അസാധാരണമായ സംഭവം ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിയായ ഏർപ്പാടല്ല. മറിച്ച് അദ്ദേഹം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. അബു യസീദ് അൽ ബിസ്താമി റഹിമഹുല്ലാ, അദ്ദേഹത്തിൽ നിന്ന് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്ക് കാണാം. ശരിക്കും ശ്രദ്ധിക്കുക. അദ്ദേഹം പറയാണ്, അബു യസീദ് അൽ ബിസ്താമി റഹിമഹുല്ല പറയാണ്, ലില്ലാഹി ഖൽഖുൻ കസീർ, അല്ലാഹുവിന് ധാരാളം അടിമകളുണ്ട്. യംശൂന അലൽ മാ, അവർ വെള്ളത്തിന് മുകളിലൊക്കെ നടക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ ലാ ഖീമത ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിനരികിൽ അവർക്ക് യാതൊരു വിലയുമില്ല. ശേഷം അബു യസീദ് അൽ ബിസ്താമി പറയാണ്, വലൗ നദർതും ഇലാ മൻ ഉഅതിയ മിനൽ കറാമാതി ഹത്താ യതീർ, ഒരു വ്യക്തിക്ക് അനേകം അസാധാരണമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവുണ്ട് എന്ന് സങ്കല്പിക്കുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവൻ ആകാശത്തൂടെ പറക്കാൻ കഴിയും. എങ്കിൽ പോലും ഫലാ തഗ്തറൂ ബി, അവനിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ഹത്താ തറൗ കൈഫ ഹുവ ഇൻദൽ അംരി വന്നഹി വഹിഫ്ളുൽ ഹുദൂദ്, അല്ലാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് അവൻ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നിങ്ങൾ നോക്കുന്നത് വരെ, അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വരെ അവന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് അബു യസീദ് അൽ ബിസ്താമി റഹിമഹുല്ല പറഞ്ഞത് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയർ അലാമിൻ നുബലായിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഇത് സഹോദരങ്ങളെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നിസ്കാരമില്ലാത്ത ആളുകൾ, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന നോമ്പനുഷ്ഠിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവരിലേക്ക് എന്തെങ്കിലും ഒരു കറാമത്ത് ചേർത്തപ്പെട്ടാൽ അവർ നിസ്കരിക്കാത്തവരാണെങ്കിൽ എത്ര വലിയ പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടായാലും അതിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന നാളിൽ ദജ്ജാൽ വരും, ആകാശത്തോട് കൽപ്പിക്കും മഴ വർഷിപ്പിക്കാൻ, മഴ വർഷിക്കും, ഭൂമിയോട് കൽപ്പിക്കും സസ്യങ്ങൾ മുളപ്പിക്കാൻ, സസ്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ദജ്ജാൽ വലിയാണോ? അവൻ പിശാചിന്റെ വലിയാണ്, അള്ളാഹുവിന്റെ വലിയല്ല. അതാണ് അബു യസീദ് അൽ ബിസ്താമി റഹിമഹുല്ല പറഞ്ഞത്. കേവലം ബാഹ്യമായ ചില പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ഒരു കാരണവശാലും വഞ്ചിതരാകാൻ പാടില്ല. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ ആ ഒരു സംഭവം ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ
നിബന്ധന. ഒന്നാമത്തെ നിബന്ധന എന്താണ്? കറാമത്ത് ഏത് വ്യക്തിയിൽ നിന്നാണോ ഉണ്ടായത് അദ്ദേഹം ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്നവനായിരിക്കണം. രണ്ടാമത്തേത്, ഒരു കറാമത്ത് ഒരു വ്യക്തിക്ക് സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. ഒരു കറാമത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ ആ കറാമത്തിൽ ഒരു കാരണവശാലും ശറഈന് വിരുദ്ധമായിട്ടുണ്ടാകാൻ പാടില്ല. ആ കറാമത്തിൽ ഒരു കാരണവശാലും ശറഈന് വിരുദ്ധമായി ഉണ്ടാകാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ നിബന്ധന, ഒരു കറാമത്ത് ഉദ്ധരിക്കുമ്പോൾ ഒരിക്കലും ശറഈന്റെ അടിസ്ഥാനത്തിന് എതിരായിട്ടുള്ള കറാമത്ത് നമ്മൾ പറയാൻ പാടില്ല. അത് കറാമത്തിന്റെ നിബന്ധനയാണ്. ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുവാഫഖാത്തിൽ പറയുന്നു, ലൈസൽ ഖസ്ദു ബിൽ കറാമാതി വൽ ഖവാരിഖി അൻ തഖ്രിഖ അംറൻ ശർഇയ്യ. ഒരു വ്യക്തിക്ക് അല്ലാഹു കറാമത്ത് നൽകുന്നതും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹു നൽകുന്നത് ഒരിക്കലും ശർഇനെ പൊളിച്ചു കളയാനല്ല, മറിച്ച് കൈഫ വഹിയ നതായിജു അൻ ഇത്തിബാഇ. ഒരു വ്യക്തിക്ക് എപ്പോഴാണ് കറാമത്ത് ഉണ്ടാവുക? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് കറാമത്ത് ഉണ്ടാവുക. അങ്ങനെ ഏതൊരു അടിസ്ഥാനം കൊണ്ടാണോ കറാമത്ത് ഉണ്ടാകുന്നത്, ഈ കറാമത്ത് ആ അടിസ്ഥാനത്തെ പൊളിച്ചു കളയുന്നതാണെങ്കിൽ അതൊരിക്കലും അള്ളാഹുവിന്റെ ദീനിലുള്ള കറാമത്തല്ല. അള്ളാഹുവിന്റെ ദീനിലുള്ള കറാമത്തല്ല. ഷാത്തിബി പറയുന്നു, ഫമുഹാലുൻ അൻ യുൻതിജൽ മശ്റൂഉ മാ ലൈസ ബിമശ്റൂഅ. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് കറാമത്ത് ലഭിക്കുകയും ആ കറാമത്തിലൂടെ അടിസ്ഥാനം തന്നെ പൊളിച്ചു കളയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രചാരണത്തിലുള്ള ഇതൊരിക്കലും നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങളിൽ, ഇപ്പൊ CM മടവൂരിന്റെ കറാമത്ത് പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, അവർ പറയുന്നത് സത്യമാണെങ്കിൽ ആ ഗ്രന്ഥങ്ങളിൽ അവർ അച്ചടിച്ചിറക്കിയതാണ്. നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ആളുകൾ അച്ചടിച്ചിറക്കിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം, അദ്ദേഹം ഫർദ് നിസ്കരിക്കാറില്ലായിരുന്നു, അദ്ദേഹം ഫർദ് നോമ്പ് അനുഷ്ഠിക്കാറില്ല, ആരെങ്കിലും റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് അദ്ദേഹം മുറിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ അവരെഴുതി വിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പറയുന്നത് സത്യമാണെങ്കിൽ അതൊരിക്കലും അള്ളാഹുവിന്റെ വലിയുടെ അടയാളമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൽ ഇളവ് നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പിൽക്കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയിന് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൽ ഇളവ് നൽകി എന്ന് പറയുക? അതുകൊണ്ട് ഒരിക്കലും ശർഈന് വിരുദ്ധമായ ഒരു കറാമത്ത് ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയില്ല. ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുവാഫഖാത്തിൽ ചില ഉദാഹരണങ്ങൾ പറയുന്നതായി കാണാം. അതിലൊന്ന് ഖാദി ഇയാദ് റഹിമഹുല്ലാ, ഷാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. ഖാദി ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം മാലിക്കി മദ്ഹബിലെ അബൂ മൈസറ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. മാലിക്കി മദ്ഹബിലെ അബൂ മൈസറത്തുൽ മാലിക്കി റഹിമഹുല്ല ഒരിക്കൽ മിഹ്റാബിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുൻവശം. ഇബ്നു മൻദൂർ റഹിമഹുല്ല ലിസാനുൽ അറബിൽ മിഹ്റാബിന് നൽകിയിരിക്കുന്ന അർത്ഥം സദറുൽ ബൈത്ത് എന്നാണ്. അഥവാ ഒരു വീടിന്റെ മുൻവശത്തിനാണ് മിഹ്റാബ് എന്ന് പറയുക. ഇമാം നിസ്കാരത്തിനും ഖുതുബ പറയാനൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് മിഹ്റാബ് എന്ന് പറയുക. അപ്പോൾ സംഭവം ഇതാണ്, അബൂ മൈസറത്തുൽ മാലിക്കി റഹിമഹുല്ല ഒരിക്കൽ മിഹ്റാബിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ മിഹ്റാബ് ചെറിയ രൂപത്തിൽ പിളർന്നതായി അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ പിളരുകയും അതിൽ നിന്നൊരു വെളിച്ചം പ്രത്യക്ഷപ്പെടുകയും ആ വെളിച്ചത്തിൽ ഒരു മനുഷ്യരൂപം പോലെ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തോട് എന്തു പറഞ്ഞു? അബൂ മൈസറയോട് പറഞ്ഞു, നീ എന്റെ അരികിലേക്ക് വരിക. ഈ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അബൂ മൈസറത്തുൽ മാലിക്കി റഹിമഹുല്ലയോട് പറയാണ്, നീ എന്റെ അരികിലേക്ക് വരിക, ഞാൻ അല്ലാഹുവാണ് എന്ന് ഈ വന്ന വെളിച്ചം സംസാരിച്ചു. ഈ സമയം അബൂ മൈസറത്തുൽ മാലിക്കി റഹിമഹുല്ല പറഞ്ഞു, ഫബസഖ ഫീഹി. ഇമാം ഷാഫിഈ പറയാണ്, ഇത് കണ്ടയുടൻ അദ്ദേഹം അതിലേക്ക് കാർക്കിച്ചു തുപ്പി. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് യാ ലഈൻ, ശപിക്കപ്പെട്ടവനെ നീ എന്റെ മുന്നിൽ നിന്ന് പോകണമെന്ന് അബൂ മൈസറത്തുൽ മാലിക്കി റഹിമഹുല്ല പറഞ്ഞു. കാരണം അവർ ഉലമാക്കളായിരുന്നു. ഒരിക്കലും ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വ്യക്തിക്ക് പ്രത്യക്ഷപ്പെടുകയില്ല എന്ന് അവർക്കറിയാം. എന്തുകൊണ്ടാണ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലാ തുദ്രികുൽ അബ്സാർ, ഭൂമിയിൽ വെച്ച് അല്ലാഹുവെ വലയം ചെയ്യുക എന്നുള്ളത്, അല്ലാഹുവെ കാണുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെ മഹാനായ പണ്ഡിതൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ല, അദ്ദേഹം അഹ്ലുസുന്നയുടെ ഹംബലി മദ്ഹബിലെ ഒരു ഇമാമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്രം കാണാം. അദ്ദേഹം ഒരിക്കൽ ശക്തമായി ദാഹിച്ച് ഒരു നദിയുടെ തീരത്തൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ആ ദാഹത്തിനിടയിൽ അദ്ദേഹത്തിന് ശക്തമായ ദാഹം അനുഭവപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയം അദ്ദേഹത്തിന് മഴ വർഷിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ആ സമയം മഴ വർഷിച്ചു. അങ്ങനെ അദ്ദേഹം ആ മഴയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വെള്ളം കുടിച്ചു. ശേഷം അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു മേഘം കൂടുകയും അദ്ദേഹത്തിന് അരികിലേക്ക് അടുത്തു വരികയും ചെയ്തു. മേഘം കൂടുകയും അദ്ദേഹത്തിന് അരികിലേക്ക്
അടുത്ത് വരികയും ചെയ്തു. ശേഷം ആ മേഘത്തിൽ നിന്ന് ഒരു അശരീരി അദ്ദേഹം കേട്ടു. എന്താണ് പറയുന്നത്? ഖദ് അഹ്ലൽതു ലക്കൽ മുഹറമാത്, അബ്ദുൽ ഖാദിറെ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതാ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് ഈ മേഘം അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വായിൽ ഉമനീർ എടുക്കുകയും കാർക്കിച്ചുകൊണ്ട് ആ മേഘത്തിന് നേരെ തുപ്പുകയും ശേഷം ഇപ്രകാരം പറയുകയും ചെയ്തു, ഇദ്ഹബ് യാ ലഈൻ, ശപിക്കപ്പെട്ടവനെ നീ എന്റെ മുന്നിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞു. കാരണം അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹം പണ്ഡിതനാണ്. പിൽക്കാലഘട്ടത്ത് ഇമാം ദഹബി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പേരിൽ പല കള്ളക്കഥകളും കെട്ടിച്ചമക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അദ്ദേഹം അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്. അദ്ദേഹം സാധാരണ നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ തന്നെ ഏതൊരു വ്യക്തിയിൽ നിന്നും സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും ഉള്ളതുപോലെ അദ്ദേഹത്തിൽ നിന്നുമുണ്ട്. അദ്ദേഹം ഒരിക്കലും മഅസൂമല്ല, പക്ഷേ അദ്ദേഹം അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്. ഈ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കറാമത്തുകളെ നേരിട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശർഇന് എതിരായി എന്തെങ്കിലും ഒരു കറാമത്തുകൾ നമ്മൾ കേട്ടാൽ അതൊരിക്കലും ശർഅ് അംഗീകരിക്കുന്ന കറാമത്തല്ല. ഒരു സംഭവം കൂടി ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല ഈ രൂപത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ നിർത്താം. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയാണ്, ഒരിക്കൽ അബൂ ഇമ്രാൻ ഇബ്രാഹിം അന്നഖഇ റഹിമഹുല്ലയോട് ഫർഖദ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു, എന്റെ കയ്യിൽ 6 ദീനാർ ഉണ്ടായിരുന്നു, 6 ദിർഹം ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ 6 ദിർഹം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ 6 ദിർഹം ഞാൻ നോക്കി, എന്റെ കയ്യിൽ 6 ദിർഹം തന്നെയുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്റെ കയ്യിൽ ആ 6 ദിർഹമുകൾ കാണാനില്ല. ഈ 6 ദിർഹമുകൾ കാണാനില്ല. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു, എനിക്ക് ദിർഹം തിരികെ നൽകണമെന്ന്. ഞാൻ അല്ലാഹുവിനോട് ആ ദിർഹം തിരികെ നൽകണമെന്ന് ദുആ ചെയ്തു. അങ്ങനെ ഫർഖദ് ഇബ്രാഹിം അന്നഖഇ റഹിമഹുല്ലാഹ് തുടരുകയാണ്. അങ്ങനെ എന്റെ ദുആക്കൊക്കെ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരു കടൽ തീരത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു കെട്ടിൽ, ഒരു കിഴിയിൽ കുറച്ച് പണം ഞാൻ കണ്ടു. അങ്ങനെ ആ പണം ഞാൻ എടുക്കുകയും അത് എണ്ണി നോക്കുകയും ചെയ്തപ്പോൾ 6 ദിർഹമുകൾ പൂർണ്ണമായി ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടത് എത്രയാണ്? 6 ദിർഹമാണ്. എനിക്ക് ആ കിഴിയിൽ ലഭിച്ചതും 6 ദിർഹം തന്നെയായിരുന്നു. അതിൽ ഒരു കൂടുതലോ കുറവോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പണം എടുത്തു എന്ന് ഫർഖദ് ഇബ്രാഹിം അന്നഖഇ റഹിമഹുല്ലയോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അന്നഖഇ റഹിമഹുല്ല, നിങ്ങൾക്കറിയാം അദ്ദേഹം അഹ്ലുസുന്നയുടെ ആലിമാണ്, അദ്ദേഹം പറഞ്ഞു, തസദ്ദഖ് ബിഹാ ഫഇന്നഹാ ലൈസത് ലക്, അത് നീ സദഖ ചെയ്യുക, അത് നിന്റെ സമ്പാദ്യമല്ല. നിന്റെ സമ്പാദ്യം കാണാതായത് അല്ലെങ്കിൽ കാണാതെ പോയത് നിന്റെ വീട്ടിൽ വെച്ചാണ്. ഈ സമ്പാദ്യം എങ്ങനെയാണ് വേറെ ഒരു സ്ഥലത്തുള്ള കടൽ തീരത്ത് നിനക്ക് ലഭിക്കുക? ആ കടൽ തീരത്ത് ഒരു സമ്പാദ്യം, എന്തെങ്കിലും ഒരു തുക നിനക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് നിന്റെ തുകയല്ല, അത് വേറെ ഏതോ ഒരു വ്യക്തിയുടെ തുക അവിടെ നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് അതെടുക്കാൻ നിനക്ക് ശർഈയായ അധികാരമില്ല എന്ന് ഇബ്രാഹിം അന്നഖഇ റഹിമഹുല്ല പറയുകയും അദ്ദേഹത്തോട് ആ സമ്പാദ്യം സദഖ കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തൽബീസു ഇബ്ലീസ് എന്ന കിതാബിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നതായി കാണാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താ? ശർഈന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു പ്രവർത്തനമാണ് കറാമത്ത് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ അതൊരിക്കലും കറാമത്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിക്കാതിരിക്കുക, അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാതിരിക്കുക, അതൊന്നും ഒരിക്കലും ഒരു കറാമത്തല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരണത്തിലുള്ള ഒരു വ്യക്തിയാണല്ലോ നൗഷാദ് അഹ്സനി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഞാൻ കേട്ടിരുന്നു, അദ്ദേഹം പറയുന്നു, ലോകർക്ക് ലഭിച്ചിരിക്കുന്ന സകല നിഅമത്തുകളും CM അടവൂർ കാരണത്താലാണ്, അവരിൽ നിന്ന് തടയപ്പെട്ടിരിക്കുന്ന സകല നിഅമത്തുകളും CM അടവൂർ കാരണത്താലാണ്. ഇതൊരിക്കലും നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അദ്ദേഹം പറയുന്ന സംസാരം നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും ശപിക്കപ്പെട്ട ഒരു വാദം ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഇതെങ്ങനെയാണ് ശർഈനോട് യോജിക്കുക? അല്ലാഹു പറയുന്നു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചാലും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോൾ ശർഈന് വിരുദ്ധമായി ഏതൊരു കറാമത്ത് ഒരു വ്യക്തി പ്രചരിപ്പിച്ചാലും അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കറാമത്ത് സ്വീകരിക്കാനുള്ള മൂന്നാമത്തെ നിബന്ധന, 1ഉം 2ഉം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തേത് ആ കറാമത്തുമായി ബന്ധപ്പെട്ട്, മൂന്നാമത്തേത് സിഹ്ഹത്തു ഇസ്നാദിഹ, ആ കറാമത്ത് ഉദ്ധരിക്കപ്പെട്ടത് സഹീഹായ സനദോടുകൂടിയായിരിക്കണം. ആരെങ്കിലും കേട്ടു, അല്ലെങ്കിൽ വിശ്വസ്തനല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി കേട്ടു, ഏതെങ്കിലും ഒരു കാഫിർ കേട്ടു എന്നൊക്കെ പറയുന്നത് ശരീഅത്തിൽ സനദ് സ്വീകരിക്കാനുള്ള മാനദണ്ഡത്തിൽ പെട്ടതല്ല. മറിച്ച് സനദ് സ്വീകരിക്കാൻ മാനദണ്ഡം അഹ്ലുസുന്ന വെച്ചിരിക്കുന്നതനുസരിച്ച് അതിനനുസൃതമായി വന്നിരിക്കുന്ന സനദുകൾ മാത്രമാണ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇമാം തഹാവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഹാവിയയിൽ പറഞ്ഞു,
വനുഅ്മിനു ബിമാ ജാഅ മിൻ കറാമാതിഹിം, സലഫുകളിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അഹ്ലുസുന്നയിൽ നിന്ന് വന്നിരിക്കുന്ന കറാമത്തുകളിൽ നാം വിശ്വസിക്കും. വസഹ അനി സിഖാതി മിൻ റിവായാതിഹിം, പക്ഷെ അതിൽ നിന്ന് വിശ്വസിക്കുക എന്തിൽ മാത്രമായിരിക്കും? സ്ഥിരപ്പെട്ടതിൽ മാത്രമായിരിക്കും. എവിടെയെങ്കിലും ആരെങ്കിലും ഉദ്ധരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കറാമത്താവുകയില്ല. പിന്നെ ഒരാൾ ഒരു പുസ്തകം എഴുതി വെച്ചു, അതിൽ ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഇപ്പൊ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കറാമത്ത് പറഞ്ഞു, 100 വർഷം കഴിഞ്ഞ് വേറൊരു വ്യക്തി വന്നിട്ട് ഇതാ ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. കറാമത്ത് സ്വീകരിക്കണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുന്ന നിബന്ധന അനുസരിച്ച് അതിന്റെ സനദുകൾ സ്ഥിരപ്പെടണം. 4ാമത്തെ നിബന്ധന, കറാമത്ത് ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുക എന്നുള്ളത് കഴിഞ്ഞ ദർസിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം പാപമുക്തനാണ് എന്നതിന് തെളിവല്ല. അദ്ദേഹം പാപമുക്തനാണ് എന്നതിന് തെളിവല്ല. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഔലിയാക്കൾ സഹാബികളാണ്. ഈ സഹാബികളിൽ നിന്ന് പോലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. അബസ വ തവല്ല എന്ന സൂറത്ത് അവതരിപ്പിച്ചത് അല്ലാഹു എന്ത് കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്വൻ യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന് ചില പിഴവുകൾ സംഭവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റുകൾ സഹാബികളിൽ നിന്ന് പോലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കറാഹത്ത് പോലും സംഭവിക്കുകയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റുപോലും സംഭവിക്കുകയില്ല എന്നൊരു മനുഷ്യനെ കുറിച്ച് പറയുക അസാധ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അമ്പിയാക്കളും ഒഴികെ വേറെ ഒരാൾക്കും പാപസുരക്ഷിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. എല്ലാവരിൽ നിന്നും തെറ്റ് സംഭവിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും തെറ്റ് സംഭവിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആക്ഷേപിച്ച സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ അവർ ചെയ്തിരിക്കുന്ന നന്മ കാരണത്താൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകും. നമ്മൾ പറഞ്ഞു, സഹാബികളിൽ നിന്ന് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സഹാബികളും സ്വർഗ്ഗത്തിലാണ് എന്നുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അത് മറ്റൊരു കാര്യം. അവർ സ്വർഗ്ഗത്തിലാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. അവർ സ്വർഗ്ഗത്തിലാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പൊ അത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? കറാമത്തുകൾ ഒരു വലിയിൽ നിന്നുണ്ടായാൽ അതൊരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുകയില്ല എന്ന് പറയാനുള്ള തെളിവല്ല. അവസാനമായി ചില കറാമത്തുകളുടെ ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. സലഫുകളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുൻഗാമികളായ ചില ആളുകളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ചില കറാമത്തുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അതിലൊന്നാമത്തേത് സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന മറിയം അലൈഹ സ്വലാത്തു വസ്സലാമിന്റെ കറാമത്താണ്. മറിയം അലൈഹ സ്വലാത്തു വസ്സലാമിന്റെ കറാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞു, കുല്ലമാ ദഖല അലൈഹ സകരിയ്യൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സൂറത്തു ആലു ഇമ്രാനിലെ 37ാമത്തെ വചനത്തിൽ മറിയം അലൈഹ സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയിരിക്കുന്ന കറാമത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താണ് ആ കറാമത്ത്? സകരിയ അലൈഹിസ്സലാം മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ വരുമ്പോഴൊക്കെ അവരുടെ അരികിൽ ചൂട് കാലത്താണ് പ്രവേശിക്കുന്നത് എങ്കിൽ തണുപ്പ് കാലത്ത് മാത്രം ലഭ്യമാകുന്ന ഫലങ്ങളും മറ്റുമൊക്കെ അവരുടെ അരികിൽ കാണും. ഇനി തണുപ്പ് കാലത്താണ് പ്രവേശിക്കുന്നത് എങ്കിൽ ചൂട് കാലത്ത് മാത്രം ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ കാണും. ഇതാരാണ് നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് നൽകിയത് അല്ലാഹുവാണ്. ഇത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കറാമത്താണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ ആയത്തുകൾ, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിനാ അജബ തുടങ്ങിയ ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഏകദേശം സൂറത്തുൽ കഹ്ഫിലെ 9 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. ഇതൊക്കെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, അത് നിങ്ങൾ വായിച്ചു നോക്കണം. സൂറത്തുൽ കഹ്ഫിലെ 9 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ അസ്ഹാബുൽ കഹ്ഫിന് സംഭവിച്ചിരിക്കുന്ന കറാമത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അവർ ഏകദേശം ആ ഗുഹയിൽ 309 വർഷം അല്ലാഹു പറഞ്ഞതുപോലെ വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9 309 വർഷത്തോളം അവർ ആ ഗുഹയിൽ താമസിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല, അവരുടെ ശരീരം ദ്രവിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരിക്കുന്ന കറാമത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കഹ്ഫിൽ വളരെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ അത് വായിക്കുക. ഇവിടെ 309 വർഷം എന്ന് പറയുന്നത് നക്ഷത്രത്തെ അല്ലെങ്കിൽ ഷംസിയായ നമ്മളെ അറബി കലണ്ടർ അനുസരിച്ചാണ്. ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് പറഞ്ഞാൽ 300 വർഷം. ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് പറഞ്ഞാൽ 300 വർഷം. അത് പ്രത്യേകം സൂചിപ്പിക്കാനുള്ള കാരണം ഖുർആനിൽ 309 എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ 309 വർഷം എന്ന് കേൾക്കുമ്പോൾ
നമ്മൾ ഇന്ന് പൊതുവെ സ്വീകരിച്ചു പോകുന്ന അല്ലെങ്കിൽ ആളുകൾ അധികമായി ഉപയോഗിച്ചു പോകുന്ന ഇംഗ്ലീഷ് മാസവുമായി അതിനെ കണക്കാക്കരുത്. ഇംഗ്ലീഷ് മാസമായി കണക്കാക്കുമ്പോൾ ഏകദേശം 300 വർഷമാണ് അവർ ഗുഹയിൽ താമസിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ തന്നെ 25-ാമത്തെ വചനത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കറാമത്തുകളിൽപ്പെട്ടതാണ്, മുൻഗാമികൾക്ക് സംഭവിച്ചിരിക്കുന്ന കറാമത്തുകളിൽപ്പെട്ടതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നത്. നമുക്ക് സമയം കുറവായതുകൊണ്ട് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല, ചെറിയ രൂപത്തിൽ പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദേഹം 3 തവണ അല്ലെങ്കിൽ 3 സാഹചര്യങ്ങളിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. 3 സാഹചര്യങ്ങളിൽ സത്യത്തിന് വിരുദ്ധമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാഫിരീങ്ങൾ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഇന്നി സഖീം എന്ന് പറഞ്ഞു. അതിന്റെ വാക്കർത്ഥം എന്താണ്? ഞാൻ രോഗിയാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബാഹ്യമായ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നു അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അദ്ദേഹം മനസ്സുകൊണ്ട് ഈ കാഫിര്യങ്ങൾ ചെയ്യുന്ന വിഗ്രഹാരാധനയും മറ്റും കണ്ട് അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടായിരിക്കുകയാണ്. അതാണ് അദ്ദേഹം രോഗം എന്ന വാക്കുകൊണ്ട് സംസാരിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കുന്നതായി കാണാം. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ബാഹ്യമായി നോക്കുമ്പോൾ കളവാകുന്ന രൂപത്തിൽ സംസാരിച്ച ഒരു ഘട്ടം അതാണ്. അദ്ദേഹത്തെ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി സഖീം. രണ്ടാമത്തേത്, അദ്ദേഹം പറഞ്ഞു ഈ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ബൽ ഫഅലഹു കബീറുഹും ഹാദാ. ധാരാളം വിഗ്രഹങ്ങൾ എന്നവർ ആരാധിച്ചു പോകുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ വിഗ്രഹം ഒഴികെ മറ്റെല്ലാ വിഗ്രഹത്തെയും അദ്ദേഹം തച്ചുടച്ചു. കാഫിരീങ്ങൾ ആഘോഷങ്ങൾ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ചോദിച്ചു, ആരാണ് ഇതൊക്കെ തച്ചുടച്ചത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബൽ ഫഅലഹു കബീറുഹും ഹാദാ. അവരിലെ ആ വലിയവൻ, ആ തകർക്കപ്പെടാതെ നിലനിൽക്കുന്ന ആ വലിയവനാണ് മറ്റുള്ളതിനെ പൊട്ടിച്ചത് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. എന്തിനാണിത് പറഞ്ഞത്? എപ്പോഴും ഈ കാഫിരീങ്ങളൊക്കെ തലകുനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ വിഗ്രഹങ്ങൾക്ക് സ്വന്തത്തെ പോലും സംരക്ഷിക്കാനുള്ള കഴിവില്ല എന്ന ബോധം അവർക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു സംസാരം നടത്തിയത്. ഇതല്ല നമ്മുടെ വിഷയത്തിന്റെ ഷാഹിദ്. നമ്മുടെ വിഷയം എന്താണ്? 3ാമത്തെ കാര്യമാണ്. നമ്മൾ പറഞ്ഞ കറാമത്തുമായി ബന്ധപ്പെട്ടത് 3ാമത്തെ കാര്യമാണ്. 3ാമത്തെ സംഭവം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പ്രദേശത്തേക്ക് യാത്ര പോയി. അദ്ദേഹത്തിന്റെ കൂടെ ഭാര്യ സാറയുമുണ്ട്. അങ്ങനെ ഈ രാജ്യത്ത് അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് സ്വേച്ഛാധിപതിയായ വളരെ മോശപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ഭരണം നടത്തിയത്. ആ ഭരണാധികാരിയെ സമീപിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഭരണാധികാരിക്ക് ആ സ്ത്രീയോട് അഥവാ സാറ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് താല്പര്യം തോന്നി. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, ഇത് നിന്റെ ആരാണ് എന്ന് ചോദിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ സഹോദരിയാണ്. അതെന്തുകൊണ്ടാണ് സഹോദരിയാണെന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർ അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഭാര്യയാണ് എങ്കിൽ ആ ഭാര്യയെ ത്വലാഖ് ചെയ്യിപ്പിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന ഏർപ്പാട് ഈ ക്രൂരനായ ഭരണാധികാരിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാര്യയാണെന്ന് പറയാതെ സഹോദരിയാണെന്ന് പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയതായി കാണാം. എന്നിരുന്നാലും ഭാര്യയായിരുന്നിട്ട് കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പറഞ്ഞു? ഇതെന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാറയുടെ അരികിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് എന്ത് പറഞ്ഞു? നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ സഹോദരിയാണ് എന്നാണ്. അതുകൊണ്ട് രാജാവിന്റെ കിങ്കരന്മാരോ രാജാവോ നിന്റെ അരികിൽ വന്ന് ചോദിച്ചാൽ അതേ രൂപത്തിൽ തന്നെ നീയും പറയണം, എന്റെ സഹോദരിയാണ് നീ എന്ന് നീ പറയണമെന്ന് സാറ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ശേഷം എന്ത് സംഭവിച്ചു? ഈ രാജാവും കിങ്കരന്മാരും ഈ സാറ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നു. സാറയെ കണ്ടപ്പോൾ രാജാവിന് അവന്റെ ക്രൂരത കാരണം സാറ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആഗ്രഹം തോന്നുകയും സാറ അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരെ കൈകൾ നീട്ടിയപ്പോൾ അവന് ബാധയേറ്റതുപോലെ, അവന്റെ ശരീരം നിയന്ത്രിക്കാൻ സാധിക്കാത്തതുപോലെ വല്ലാതെ പ്രയാസമുണ്ടായി. അങ്ങനെ സാറ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ രാജാവ് പറഞ്ഞു, ഞാൻ നിന്നെ സമീപിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അവന് ബാധിച്ച വിപത്തിൽ നിന്ന് അവൻ മുക്തനാവുകയും ചെയ്തു.
വീണ്ടും അവൻ സാറ അലൈഹിസ്സലാമിന് നേരെ കൈകൾ നീട്ടി. വീണ്ടും ഇതേപോലെ സംഭവിച്ചു. വീണ്ടും സാറ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ സാറ അലൈഹിസ്സലാത്തു വസ്സലാമിന് നടന്നിരിക്കുന്ന മുഅ്ജിസത്താണ് അല്ലെങ്കിൽ കറാമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ കറാമത്തുകളിൽ പെട്ടതാണ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കുട്ടികളുടെ ചില ചരിത്രങ്ങൾ. ഒന്ന് ജുറൈജിന്റെ സംഭവം. ജുറൈജ് എന്ന് പറയുന്ന ഇബാദത്തുകളിൽ ധാരാളം ശ്രദ്ധ പുലർത്തിയിരിക്കുന്ന ആ ഒരു വ്യക്തിയെ വ്യഭിചാരാരോപണം നേരിട്ടപ്പോൾ ആ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ മറ്റൊരാളുമായി നടന്നിരിക്കുന്ന വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടി പറഞ്ഞു, എന്റെ പിതാവ് ജുറൈജ് അല്ല മറിച്ച് ഇന്ന വ്യക്തിയാണ്. അപ്പോൾ ആ കുട്ടി തൊട്ടിലിൽ വെച്ച് സംസാരിച്ച സംഭവവും ആ ഒരു കറാമത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ്. അങ്ങനെ അനേകം കറാമത്തുകൾ നമുക്ക് കാണാം. ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ധാരാളമായി ഖുറാഫികളുടെയും മറ്റും കറാമത്തുകൾ കേൾക്കുന്നത് കാരണത്താൽ അഹ്ലുസുന്ന സ്ഥിരപ്പെടുത്തുന്ന കറാമത്തുകൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ഉദാഹരണങ്ങൾ പറയാം എന്ന് തീരുമാനിച്ചത്. ഒരു ഉദാഹരണം മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അദ്ദേഹം മഹാനായ സഹാബിയായിരുന്നു. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ രാത്രിയിൽ അദ്ദേഹത്തിന്റെ കുതിരയെയും കെട്ടിയിട്ട ശേഷം അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. സൂറത്തുൽ ബഖറയാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്. ചില റിവായത്തുകളിൽ സൂറത്തുൽ കഹ്ഫ് എന്ന് കാണാം. സൂറത്തുൽ ബഖറ അദ്ദേഹം പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുതിര ചില നന്നായി അനങ്ങുകയും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഓത്ത് അവസാനിപ്പിച്ചു. അപ്പോൾ കുതിര മിണ്ടാതിരുന്നു. വീണ്ടും അദ്ദേഹം ഓത്ത് ആരംഭിച്ചപ്പോൾ ഈ കുതിര വീണ്ടും പരിഭ്രാന്തയായി പല കളികളും അതുപോലെ തന്നെ പല ശബ്ദങ്ങളും ഉണ്ടാക്കുന്നത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉസൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ശേഷം ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ മേഘം ഇരുണ്ടു മൂടിയ രൂപത്തിൽ, എനിക്ക് ആകാശം കാണാൻ മറ ആവുന്ന രൂപത്തിൽ എന്തോ എന്റെ മുകളിൽ കെട്ടി നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വീണ്ടും ഞാൻ ഖുർആൻ ഓതി, അതെന്റെ അരികിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ശേഷം അദ്ദേഹം രാത്രിയിൽ ഓത്ത് അവസാനിപ്പിച്ചു. കാരണം മേഘം അദ്ദേഹത്തിന് അരികിലേക്ക് അടുത്തു വരുന്നതാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഈ സംഭവം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ രാവിലെ ചെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താങ്കളുടെ അരികിലേക്ക് ആ സമീപിച്ചത് ആരാണ്? മലക്കുകളാണ്. താങ്കളുടെ അരികിലേക്ക് മേഘരൂപത്തിൽ വന്നിരിക്കുന്നത് മലക്കുകളാണ്. താങ്കളെങ്ങാനും ഇനിയും ഓതിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, താങ്കൾ ഇനിയും ധാരാളം ഓതിയിരുന്നുവെങ്കിൽ മലക്കുകൾ ഭൂമിയിലേക്ക് അടുത്തടുത്തു വന്ന് അവരെ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിൽ അവരടുക്കുമായിരുന്നു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉസൈദിന്റെ ഖിറാഅത്തിന് മലക്കുകൾ കാതോർത്തു. അതുപോലെ തന്നെ ഈ സംഭവിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കറാമത്തുകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹുവിന് മലക്കുകൾ സലാം പറയാറുണ്ടായിരുന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് മലക്കുകൾ സലാം പറയാറുണ്ടായിരുന്നു. ചില റിവായത്തുകളിൽ മലക്കുകൾ അദ്ദേഹത്തിന് മുസാഫഹത്ത് ചെയ്യാറുണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിലും പണ്ഡിതന്മാർ ആ റിവായത്ത് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും അഹ്ലുസുന്ന സ്ഥിരപ്പെടുത്തുന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു കറാമത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഉസൈദ് ബിൻ ഹുദൈറും അതുപോലെ തന്നെ ഇബ്നു ബിശ്റും റളിയല്ലാഹു അൻഹുമ. ഈ രണ്ട് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലായിരുന്നു. അങ്ങനെ പ്രവാചകന്റെ അരികിൽ നിന്ന് രാത്രി സമയം അവർ പുറത്തേക്ക് പോകുമ്പോൾ, അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ശക്തമായ കൂരാക്കൂരിരുട്ടാണ്. അവർക്ക് യാത്ര ചെയ്യാൻ തടസ്സമുള്ള രൂപത്തിൽ ഒരു ഇരുട്ടാണ്. ഈ സമയം അവരുടെ മുകളിൽ ഒരു വെളിച്ചം വന്നു നിന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഈ സമയം അവരുടെ മുന്നിൽ ഒരു വെളിച്ചം വന്ന് തങ്ങി നിന്നു. അങ്ങനെ അവർക്ക് വഴികാട്ടിയായി ഈ വെളിച്ചം അവരുടെ കൂടെ സഞ്ചരിച്ചു. ഈ വെളിച്ചം അവരുടെ കൂടെ സഞ്ചരിക്കുകയും അവർ അതിനനുസൃതമായി അവർ യാത്ര തുടരുകയും ചെയ്തു. അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് അവർ നടന്നു നീങ്ങുകയും ചെയ്തു. അങ്ങനെ രണ്ടാളും നടന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ രണ്ടുപേർക്കും തെറ്റിപ്പോകണം. ഒരു വ്യക്തിക്ക് ഒരു വശത്തേക്കും മറ്റൊരു വ്യക്തിക്ക് മറ്റൊരു വശത്തേക്കും പോകണം. ഈ സമയം അവരുടെ മുകളിൽ ഉണ്ടായിരുന്ന വെളിച്ചം രണ്ടായി ഭാഗമാവുകയും ഒരു ഭാഗം ഉസൈദ് ബിൻ ഹുദൈറിന്റെ കൂടെയും മറ്റൊരു ഭാഗം ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോവുകയും ചെയ്തു. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാ
ഉദ്ധരിച്ച സംഭവമാണ്. ചില റിവായത്തുകളിൽ കാണാം അവരിൽ രണ്ടുപേരുടെ കൂടെയും ചെറിയ വടിയുണ്ടായിരുന്നു, ആ വടിയിലാണ് ഈ പ്രകാശം ഉണ്ടായിരുന്നത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ സംഭവത്തിൽ കാണാം. അതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറയാറുള്ള കറാമത്തുകളിൽ പെട്ടതാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. എനിക്ക് സഹോദരങ്ങളോട് പറയാനുള്ളത്, ഖുബൈബിന്റെ ചരിത്രം നിങ്ങൾ വായിക്കണം. ഖുബൈബിന്റെ ചരിത്രം നിങ്ങൾ വായിക്കണം. അസ്വത്തുർ റജീഅ് സംഭവിച്ചതിനെ തുടർന്ന് ഇസ്ലാമിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെറിയ രൂപത്തിലെങ്കിലും പഠിക്കാൻ തയ്യാറാകണം. അതിലാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ ഈ പറയുന്ന കറാമത്തുകൾ സംഭവിക്കുന്നത്. ഞാൻ ചെറിയ രൂപത്തിൽ പറയാം, നമുക്ക് സമയം വളരെ കുറവാണ്, ചെറിയ രൂപത്തിൽ പറയാം. ഗസ്വത്തുർ റജീഅ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം നേരിട്ട, അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ പരാജയം നേരിട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നു, ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു, പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ കാഫിരീങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചു, ഉഹദിൽ നമുക്ക് ചെറിയ രൂപത്തിൽ വിജയം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മളൊന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മുസ്ലിമീങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അവർ അതിന് ആസൂത്രിതമായി ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ഘട്ടമാണ്, ചില ആളുകൾ, പ്രവാചകന്റെ പരിചയമില്ലാത്ത ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറയാ, നമ്മുടെ നാട്ടിൽ ചില മുസ്ലിമീങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ പുതുതായി ഇസ്ലാം സ്വീകരിച്ചവരാണ്, ദീന് പഠിക്കാൻ ചില ആളുകളെ, അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കുന്ന ചില ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് താങ്കൾ അയച്ചു തരണം എന്ന് പറഞ്ഞ്, അങ്ങനെ ഈ പ്രവാചകന്റെ സഹാബികൾ നമ്മുടെ നാടുകളിലേക്ക് വരുമ്പോൾ അവരെ വധിച്ചു കളയുക എന്നൊരു പദ്ധതി കാഫിരീങ്ങൾ തയ്യാറാക്കി. അതിനു മുന്നോടിയായി രണ്ട് ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയും പ്രവാചകനോട് ഈ ഒരു ആവശ്യം ആവശ്യപ്പെടുകയും ചെയ്തു. ഖുർആൻ ദീന് പഠിപ്പിക്കാൻ ചില ആളുകളെ അയച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആളുകളെ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇവരുടെ കൂടെ അയച്ചു, ഖുർആൻ പഠിപ്പിക്കാൻ ഇവരുടെ കൂടെ അയച്ചു. അങ്ങനെ ഈ 10 സഹാബികൾ യാത്ര ചെയ്ത് ഈ പറഞ്ഞ ഗോത്രത്തിന്റെ സ്ഥലത്തേക്ക്, അവരുടെ വാസസ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ അവരുടെ യാത്രാ മധ്യേ റജീഅ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. മക്കയുടെയും അസ്ഫാനിന്റെയും ഇടയിൽ, മക്കയിൽ നിന്ന് അസ്ഫാൻ ഏകദേശം ഒരു 60 കിലോമീറ്ററുമാണ് വഴിദൂരമുള്ളത്. മക്കയിൽ നിന്ന് 60 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് അസ്ഫാൻ. ഇന്ന് എനിക്ക് തോന്നുന്ന സ്ഥലത്തിന് വേറെന്തോ ഒരു പേരാണ് പറയുക, അസ്ഫാൻ എന്ന് പറഞ്ഞാലും മനസ്സിലാവും. എന്നിരുന്നാലും ഈ അസ്ഫാനിന്റെയും മക്കയുടെയും ഇടയിൽ വെച്ച് ഈ 10ഓളം വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ പിടിച്ചുകെട്ടാൻ ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ബനു ലഹ്യാൻ എന്ന് പറയുന്ന ഒരു പോഷക വിഭാഗം ഈ 10 ആളുകൾക്കെതിരിൽ അവരെ പിടിച്ചുകെട്ടാൻ വേണ്ടി വന്നു. വാർത്ത മനസ്സിലാക്കിയ, അല്ലെങ്കിൽ വിവരം ലഭിച്ച ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും ബാക്കിയുള്ള സഹാബികളും, അവർ മൊത്തത്തിൽ 10 ആളുകളാണ്, അവരവിടെ ഉണ്ടായിരുന്ന മലമുകളിൽ കയറി. ഈ കാഫിരീങ്ങൾ 200ഓളം ആളുകൾ മല വളഞ്ഞു. അവർ സഹാബികളോട് പറഞ്ഞു താഴേക്ക് ഇറങ്ങണം. അവർ പറഞ്ഞു ഇറങ്ങാൻ സാധിക്കുകയില്ല. ആസിം ഇബ്നു സാബിത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവെ ഈ വിവരം നീ എത്തിക്കണം. മലമുകളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ നമുക്ക് ബാധിച്ചിരിക്കുന്ന ഈ മുസീബത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ വിവരം എത്തിക്കണം. കാഫിരീങ്ങൾ ആസിമിനോട് പറഞ്ഞു, നീ താഴെ ഇറങ്ങുക. ആസിം പറഞ്ഞു, ഒരു കാഫിറിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ആസിം പറഞ്ഞു, എന്റെ കയ്യിലുള്ള അസ്ത്രങ്ങൾ തീരുന്നത് വരെ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. അങ്ങനെ അവരുമായി ചെറിയ രൂപത്തിൽ അവിടെ യുദ്ധം നടന്നു. 7ഓളം സഹാബികൾ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള 3 പേർ, ഒന്ന് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഒന്നാമത്തേത് ഖുബൈബ് ഇബ്നു അദി, അതുപോലെ തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുള്ള. ഇവർ 3 പേരാണ് അവസാനം ബാക്കിയുണ്ടായിരുന്നത്. കാഫിരീങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ 3 പേർ താഴേക്ക് ഇറങ്ങുക, നിങ്ങളെ ഒരു രൂപത്തിലും നമ്മൾ ദ്രോഹിക്കുകയില്ല. പക്ഷേ അവർ ചില സംസാരങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഈ 3 പേരും താഴേക്ക് ഇറങ്ങി. അവർ പറഞ്ഞത് എന്താ? ദ്രോഹിക്കുകയില്ല എന്നാണ്. ഈ 3 പേരും താഴേക്ക് ഇറങ്ങിയ ഉടൻ 3 പേരെയും ഈ കാഫിരീങ്ങൾ പിടിച്ചുകെട്ടി. ഈ സമയം അബ്ദുല്ലാഹ് ബിൻ താരിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്കിനോട് നിങ്ങൾ നടത്തിയിരിക്കുന്ന ഒന്നാമത്തെ ലംഘനമാണിത്, അതുകൊണ്ട് ഇനി നിങ്ങളുടെ കൂടെ തുടരാൻ ഞാനില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ 2 കരങ്ങളും കാലുകളും ഒക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം കാഫിറുകളുടെ മുമ്പിൽ തലകുനിക്കാതെ അദ്ദേഹം ഉറച്ചു നിന്നു. അവർക്കെതിരിൽ സംസാരിച്ചു. അദ്ദേഹം നടക്കാൻ കൂട്ടാക്കിയതില്ല. അത് കാരണത്താൽ അദ്ദേഹത്തെ നിലത്ത് വലിച്ചയച്ച് അവസാനം അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ ഷഹീദാവുകയും ചെയ്തു. ബാക്കിയുണ്ടായത് 2 പേരാണ്. ഒന്ന് ഖുബൈബ് ഇബ്നു അദിയും മറ്റൊന്ന്
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെയ്ദ് റളിയല്ലാഹു അൻഹും മറ്റൊന്ന് സെയ്ദ് റളിയല്ലാഹു അൻ, അങ്ങനെ ഇവർ രണ്ടുപേരെയും മക്കയിലെ അടിമച്ചന്തയിൽ വിൽപ്പന നടത്തുകയും ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തോട് ശത്രുതയുണ്ടായിരുന്ന ചില ആളുകൾ അദ്ദേഹത്തെ വാങ്ങുകയും ചെയ്തു. അദ്ദേഹത്തോട് ശത്രുതയുണ്ടായിരുന്ന ചില ആളുകൾ അദ്ദേഹത്തെ വാങ്ങുകയും ചെയ്തു. ബനു ഹാരിസ് ഗോത്രം. കാരണം ബനു ഹാരിസിൽ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു വധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികാരം സ്വീകരിക്കാൻ അവർ എന്ത് ചെയ്തു? ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി. അങ്ങനെ അവരുടെ അരികിൽ, നിങ്ങൾക്ക് ഒക്കെ കേട്ടുപരിചയമുള്ള ചരിത്രമായിരിക്കാം, അവരുടെ അരികിൽ തടവുകാരനായി ഏതാനും ദിവസങ്ങൾ നിന്നു. അവസാനം ഒരു ദിവസം അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്ന് രണ്ട് സംസാരങ്ങൾ നടന്നതായി കാണാം. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കത്തി വേണം. എന്തിനാണ് കത്തി എന്ന് ചോദിച്ചപ്പോൾ, എന്റെ ശരീരത്തിലുള്ള താടി രോമങ്ങളും അല്ലാതെ മറ്റു രോമങ്ങളൊക്കെ എനിക്ക് വടിച്ചു കളയാനാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കൊല്ലപ്പെടാനുള്ള സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഹയാത്താക്കാൻ അദ്ദേഹം കാണിച്ച ശ്രദ്ധ. അങ്ങനെ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹം ശുദ്ധിയായി. അവസാനം അദ്ദേഹം നിസ്കരിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ അവർ വധിക്കുകയും ചെയ്തു. ഇതിലുള്ള മുഅ്ജിസത്ത് അല്ലെങ്കിൽ ഇതിലുള്ള കറാമത്ത് എന്താണെന്നാൽ, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ ഇവർ കെട്ടിയിട്ട സമയത്ത് അദ്ദേഹത്തിന് അവർ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ അരികിൽ മക്കയിൽ അന്ന് ലഭ്യമല്ലാത്ത ഈത്തപ്പഴങ്ങൾ അല്ലെങ്കിൽ മക്കയിൽ അന്ന് ലഭ്യമല്ലാത്ത മുന്തിരികളൊക്കെ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അവർ കാണാറുണ്ടായിരുന്നു. മക്കയിൽ അന്ന് അത് ലഭ്യമായിരുന്നില്ല. മക്ക നിങ്ങൾക്കറിയാം, പണ്ട് ജനവാസമില്ലാത്ത മേഖലയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. പിന്നീട് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവരികയും അവിടെ ജനങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാവുകയും ചെയ്തു. എന്നിരുന്നാലും അന്ന് അവിടെ ലഭ്യമല്ലാത്ത പല മുന്തിരികളും മറ്റും ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അന്ന് മക്കയിൽ അത് ലഭ്യമല്ല. അദ്ദേഹമാകട്ടെ തടവറയിലാണ്. ഇത് അദ്ദേഹത്തിന്റെ കറാമത്തുകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സഹാബികളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന മറ്റൊരു കറാമത്താണ്, നിങ്ങൾ ഈ സംഭവം ഗസ്വത്തുർ റജീഅ നിർബന്ധമായും അതിനെക്കുറിച്ച് പഠിക്കണം. അതിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. നീട്ടുന്നില്ല. സഹാബികളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന മറ്റൊരു കറാമത്താണ് സഫീന റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത്. നിങ്ങൾ കേട്ട സഹാബിയായിരിക്കും. പ്രവാചകന്റെ മൗലയായിരുന്നു സഫീന റളിയല്ലാഹു അൻഹു. അദ്ദേഹം പുരുഷനാണ്. പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്ത്രീയാണെന്ന് കരുതരുത്. അബു അബ്ദുറഹ്മാനാണ് അദ്ദേഹം. സഫീന റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സംഭവം എന്താണെന്നാൽ, അദ്ദേഹം ഒരിക്കൽ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കപ്പൽ ആടി ഉലയുകയും കപ്പൽ അവസാനം തകർന്ന് തരിപ്പണമാവുകയും എല്ലാവരും വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന ഒരു പലകയിൽ അദ്ദേഹം അള്ളിപ്പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ദ്വീപിലേക്ക് അദ്ദേഹം കയറി. അവസാനം അദ്ദേഹത്തിന് അവിടുന്ന് പുറത്തേക്ക് പോകണം. അദ്ദേഹത്തിനാകട്ടെ വഴിയറിയില്ല. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സിംഹം അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നു. ഈ സിംഹം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം ആ സിംഹത്തോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സേവകനാണ് എന്ന് പറഞ്ഞു. ഈ സമയം സിംഹം ആ സഫീന റളിയല്ലാഹു അൻഹുവിന് നടന്നു പോകാനുള്ള വഴികാട്ടി കൊടുക്കുകയും അതിന്റെ പിന്നാലെ സഫീന റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുകയും ചെയ്തതായി ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിച്ച സംഭവത്തിൽ കാണാം. ഇമാം ദഹബി അത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു കാഫിരീങ്ങളുടെ ഒരു കോട്ട വളഞ്ഞപ്പോൾ അവർ കീഴടങ്ങണമെങ്കിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കുടിക്കുകയും അത് കാരണത്താൽ അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തതായി നമുക്ക് സ്ഥിരപ്പെട്ട സംഭവങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഫളായിലുസ് സഹാബയിൽ ഈ ഒരു കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് വേണ്ടി പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ അനസിന് ധാരാളം സന്താനങ്ങൾ നൽകണം, അനസിന് ധാരാളം സമ്പത്ത് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. മറ്റുള്ളവരുടെ തോട്ടങ്ങൾ വർഷത്തിൽ ഒരു തവണ വിളവെടുക്കാൻ പാകമാകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ 2 തവണ വിളവെടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തി ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇത്തവണ മഴയില്ല, അതുകൊണ്ട് തന്നെ വിളവെടുപ്പൊക്കെ വളരെ മോശമാണ്, കൃഷിയൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു, ഈത്തപ്പനങ്ങളൊന്നും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ സംഭവം ഉദ്ധരിക്കുന്നവർ പറയുന്നു, ആകാശത്ത് ആ സമയത്ത് വെള്ളം
ഒരുമിച്ചുകൂടി, അഥവാ മേഘങ്ങൾ ഇരുണ്ടുമൂടുകയും അതൊക്കെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മസ്റഅയുടെ മുമ്പിൽ വരികയും അവിടെ മാത്രം മഴ വർഷിക്കുകയും അവിടെ വളരെ നല്ല രൂപത്തിൽ കൃഷി ഉണ്ടാവുകയും ചെയ്തതായി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ കാണാം. അതുപോലെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഉണ്ടായ വളരെ വലിയ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമായിരുന്നു. പണ്ഡിതന്മാർ ദുആ സ്വീകരിക്കപ്പെടുന്നത് കറാമത്തായി എണ്ണിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രദേശത്തെ ഭരണാധികാരിയെ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മോശമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ അറിയാത്തവനാണ് എന്നൊക്കെ ജനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. പരാതി കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെയുള്ള ഒരു ഫിത്ന താൽക്കാലികമായി ഒഴിവാക്കാൻ സഅദിനെ ഭരണത്തിൽ നിന്ന് നീക്കുകയും അമ്മാറിനെ ഭരണത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ശേഷം സഅദിനോട് ചോദിച്ചു, ഞാൻ ഈ കേട്ടത് സത്യമാണോ? താങ്കളുടെ നിസ്കാരം ഇവർ ഈ പറയുന്നത് എന്താണ് അവസ്ഥ? സഅദ് പറഞ്ഞു, ഉമറേ, അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചതുപോലെയല്ലാതെ ഞാൻ അവരുടെ കൂടെ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഅദിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു വിഭാഗത്തെ അയച്ചു. അവർ സഅദിനെ കുറിച്ച് എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും നല്ല അഭിപ്രായം മാത്രം പറഞ്ഞു. അവസാനം ഒരു വ്യക്തിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഅദ് മോശപ്പെട്ടവനാണ്, യുദ്ധത്തിൽ പങ്കെടുക്കാത്തവനാണ്, ജനങ്ങളോട് നീതി കാണിക്കാത്തവനാണ്. സഅദ് ആ വ്യക്തിക്കെതിരിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവസാനം ആ വ്യക്തി പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. സഅദ് ഇബ്നു അബി വഖാസ് ദുആ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കറാമത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം മദീനയിൽ വെച്ച് ഖുതുബ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മദീനയിൽ വെച്ച് ഖുതുബ നടത്തുന്നതിനിടയിൽ മിമ്പറിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു, യാ സാരിയത്തൽ ജബൽ, യാ സാരിയത്തൽ ജബൽ എന്ന് പറഞ്ഞു. അദ്ദേഹം അയച്ചിരിക്കുന്ന സൈന്യത്തിന്റെ തലവൻ സാരിയ റളിയല്ലാഹു അൻഹു ആണ്, സാരിയയാണ്. അങ്ങനെ ഖുതുബയുടെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, യാ സാരിയത്തൽ ജബൽ. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ദൂതൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ശത്രുക്കൾ ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ശബ്ദം കേട്ടു, യാ സാരിയത്തൽ ജബൽ എന്നൊരു ശബ്ദം കേട്ടു. അഥവാ സാരിയ, നീ പർവ്വതത്തിന്റെ അവിടെയുള്ള മലയുടെ ഭാഗത്തേക്ക് കയറുക എന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. ആ ശബ്ദം കേട്ടയുടൻ ഞങ്ങൾ എല്ലാവരും മലയുടെ ഭാഗത്തേക്ക് അഭയം പ്രാപിച്ചു. അത് കാരണത്താൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചതായി ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലുൻ നുബൂവയിലും ലാലിഖായി അദ്ദേഹത്തിന്റെ ശർഹ് ഇഅ്തിഖാദ് അഹ്ലുസ് സുന്നയിലും ഇബ്നു ഹജർ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വാബയിൽ അത് സ്ഥിരപ്പെട്ടിരിക്കുന്ന സംഭവമാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സിൽസിലത്തുസ് സ്വഹീഹയിലും ആ ഒരു സംഭവം ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച അടിമകളിൽപ്പെട്ട സനീറ റളിയല്ലാഹു അൻഹയെ കാഫിര്യങ്ങൾ ദ്രോഹിച്ചു, വല്ലാതെ ദ്രോഹിച്ചു. അവസാനം അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഈ സമയം കാഫിര്യങ്ങൾ പറഞ്ഞു, അവരുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയത് ലാത്തയും ഉസ്സയുമാണ്. ഈ സമയം സനീറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്ലാ വല്ലാഹ്, ഒരിക്കലും അവർക്കതിന് സാധിക്കുകയില്ല. ഇങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടി അവരത് പറഞ്ഞപ്പോൾ സനീറ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച തിരിച്ചു നൽകി. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സഹാബിയാണ്, അശറത്തുൽ മുബശ്ശരീനിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തെ വളരെ മോശമായി ഒരു സ്ത്രീ ഉപദ്രവിച്ചപ്പോൾ അവർക്കെതിരിൽ അർവ ബിൻതുൽ ഹകം എന്ന് പറയുന്ന സ്ത്രീക്കെതിരിൽ സഈദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയും അവരുടെ കാഴ്ച അത് കാരണത്താൽ നഷ്ടപ്പെടുകയും ചെയ്തു. അലാ ഇബ്നുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു അദ്ദേഹം വെള്ളത്തിന് മുകളിലൂടെ നടന്നതായി സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാം. ഇമാം തബറാനി അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ കബീറിൽ ആ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ അനേകം സഹാബികൾ, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധത്തിൽ വെള്ളത്തിന് മുകളിലൂടെ നടന്നിട്ടുണ്ട്. അബൂ ഹുറൈറ പറയുന്നു, ഫമറർനാ അലൽ മാ, വെള്ളത്തിന് മുകളിലൂടെ നമ്മൾ നടന്നു. ഫവല്ലാഹി മബ്തല്ലത് ഖദമുൻ വലാ ഖുഫ്ഫു ബഈരിൻ, ഞങ്ങളുടെ ഒരു കാലോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒട്ടകത്തിന്റെ കാലുകൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള വാഹനങ്ങളുടെ കാലുകൾ ഒന്നും നനയാതെ വെള്ളത്തിന് കൂടെ ഞങ്ങൾ നടന്നു. വകാനൽ ജയ്ഷ് 4000, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സൈന്യം 4000-ഓളം വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരിൽ നിന്നാണ്? സഹാബികളിൽ നിന്നാണ്. താബിഈങ്ങളിലും അനേകം ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. വളരെ പ്രസിദ്ധമായ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്താം, സമയം അധികരിച്ചു. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന്. താബിഈങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെ
തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആരാണത്? മഹാനായ അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ലാ. അബൂ മുസ്ലിം അബ്ദുല്ലാഹ് ബിൻ സൗബ് അൽ ഖൗലാനി അബൂ ഇദ്രീസ് അല്ല, അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ യമനിൽ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്തിയ സാഹചര്യത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ ഇമാം അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ല അവനെതിരിൽ സംസാരിച്ചു. അങ്ങനെ അസ്വദ് അൽ അനസി തീരുമാനമെടുത്തു, ഈ രൂപത്തിൽ അവനവിടെ ജീവിക്കുകയാണ് എങ്കിൽ എനിക്കത് പ്രയാസമുണ്ടാക്കും. അങ്ങനെ വലിയൊരു തീകുണ്ടാരം ഉണ്ടാക്കുകയും അതിലേക്ക് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലയെ ഇടുകയും ചെയ്തു. പക്ഷേ തീ ഒരു പോറൽ പോലും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് തീയിലിട്ടിട്ടൊന്നും അദ്ദേഹത്തെ കരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അസ്വദ് അൽ അനസി എന്ത് തീരുമാനമെടുത്തു? യമനിൽ നിന്ന് നാട് കടക്കണം. അങ്ങനെ അദ്ദേഹത്തെ മദീനയിലേക്ക് നാട് കടത്തി. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലായിരുന്നു അന്ന് മദീന. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മസ്ജിദ് നബവിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനിടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ശേഷം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അദ്ദേഹം പറഞ്ഞു, യമനിൽ നിന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കള്ളപ്രവാചകനായ അസ്വദ് തീയിലേക്ക് എറിഞ്ഞ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? ഈ വ്യക്തി അഥവാ അബൂ മുസ്ലിം അൽ ഖൗലാനി തന്റെ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞു, ആ വ്യക്തിയുടെ പേര് അബ്ദുല്ലാഹ് ബിൻ സൗബ് എന്നാണ്. ഈ സമയം ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ അബ്ദുല്ലാഹ് ബിൻ സൗബ് അബൂ മുസ്ലിം അൽ ഖൗലാനി താങ്കളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാനാണ് ആ വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയി ഈ വ്യക്തിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹമാണ് അസ്വദ് അൽ അനസി, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയെ അബൂബക്കറിന് കാണിച്ചു കൊടുത്തു. ഈ സംഭവം കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട പരീക്ഷണം ഈ ഉമ്മത്തിൽ നിന്ന് നേരിട്ട വ്യക്തിയെ കാണാൻ സാധിച്ചതിൽ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹിജറ 62 റോമിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. ഇത് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സീറയിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഇപ്പൊ പറഞ്ഞത് അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു, പക്ഷേ ഒരു പോറൽ പോലും അദ്ദേഹത്തിന് ഏറ്റിട്ടില്ല. ഇങ്ങനെ അനേകം സംഭവങ്ങൾ. ഹസൻ അൽ ബസരി റഹിമഹുല്ല അദ്ദേഹത്തെ പിടികൂടാൻ ഹജ്ജാജിന്റെ സൈന്യം പലതവണ വന്നിരുന്നു. പക്ഷേ അവർക്ക് പിടികൂടാൻ സാധിച്ചില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിടികൂടാൻ വരുമ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടാകും. 6 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം വീട്ടിലുണ്ടാകും. പക്ഷേ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, എന്നെ അവർക്ക് കാണിച്ചു കൊടുക്കരുത്. അദ്ദേഹത്തിന് മുന്നിലൂടെ അവർ പോകും, പക്ഷേ അദ്ദേഹത്തെ പിടികൂടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അഹ്ലുസുന്നയുടെ ഉലമാക്കളിൽ നിന്ന് ധാരാളം നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് അഹ്ലുസുന്ന സ്വീകരിക്കുന്ന ചില കറാമത്തുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, കള്ള കറാമത്തുകളെ നമ്മൾ കരുതിയിരിക്കുക. നമ്മൾ പറഞ്ഞതുപോലെ കറാമത്തുകൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു വ്യക്തി അയാളാണ് ഏറ്റവും ഉന്നതനായവർ, അവരല്ലാത്തവരും അല്ലെങ്കിൽ കറാമത്തില്ലാത്തവരൊക്കെ അയാളെക്കാളും താഴെയുള്ളവരാണെന്ന വിശ്വാസം ശരിയായ വിശ്വാസമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ ഫുർഖാനു ബൈന ഔലിയാ റഹ്മാൻ വ ഔലിയാ ശൈത്താൻ എന്ന കിതാബിൽ പറയുന്നു, ചിലപ്പോൾ അള്ളാഹു കറാമത്തുകൾ നൽകുന്നത് ഒരു വ്യക്തിയുടെ ആവശ്യം കൊണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഈമാനിൽ എന്തെങ്കിലും കുറവ് കാരണത്താൽ ഈമാൻ ബലപ്പെടാൻ അദ്ദേഹത്തിന് കറാമത്തുകൾ നൽകും. എന്നാൽ മറ്റുള്ളവർക്ക് ഈമാൻ ബലപ്പെട്ടതിന്റെ പേരിൽ അവർക്ക് അങ്ങനെയൊന്നും നൽകേണ്ട ആവശ്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും നൽകണമെന്നില്ല. അതുകൊണ്ട് കറാമത്തുണ്ടായി എന്നുള്ളത് അദ്ദേഹം ഏറ്റവും ഉന്നതനാണ് എന്നതിന്റെ തെളിവല്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു. മാത്രമല്ല ഷാത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുവാഫഖാത്തിൽ പറയാണ്, ഒരു വ്യക്തിക്ക് കറാമത്തുണ്ടായാൽ അദ്ദേഹം എല്ലാം കൊണ്ടും ഇനി വിജയിച്ചവനാണെന്ന് വിശ്വസിക്കരുത്. മറിച്ച് അത് അദ്ദേഹത്തിനുള്ള പരീക്ഷണമാണ്. അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയാണ് എന്ന് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ സഫദിയയിൽ പറഞ്ഞു, ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടുക എന്നുള്ളതും കറാമത്തിന്റെ അടയാളമാണ്. നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് സൂചന നടത്തിയിരുന്നു, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവസാനം പറയാനുള്ളത്, ഒരു വ്യക്തിയിൽ നിന്ന് കറാമത്തുണ്ടായാൽ നിങ്ങൾ ഒരിക്കൽ എന്ത് കരുതരുത്. ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അമ്പിയാക്കളിൽ നടന്നത് മുഅ്ജിസത്ത്, ഔലിയാക്കളിൽ നടന്നത് കറാമത്ത്. അങ്ങനെ പൊതുവായി പിൽക്കാലഘട്ടത്ത് പറയപ്പെട്ടുവെങ്കിലും അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ
നിങ്ങൾ എന്ത് മനസ്സിലാക്കരുത്? അമ്പിയാക്കളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഔലിയാക്കളിൽ നിന്ന് സംഭവിച്ചേക്കാം എന്ന് വിശ്വസിക്കരുത്. അതൊരിക്കലും അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽപ്പെട്ടതല്ല. അങ്ങനെ നടക്കണമെന്നില്ല എന്നല്ല, അങ്ങനെ നടക്കുകയില്ല. ഇപ്പോൾ പ്രവാചകന് ലഭിച്ച മുഅ്ജിസത്താണ് ഖുർആൻ, മിഅ്റാജ്. ഇതൊന്നും ഒരിക്കലും ഒരു വലിയിൽ നിന്ന് സംഭവിക്കുകയില്ല. ഒരു വലി എന്ന് വന്നിട്ട് പറയാണ് എനിക്കൊരു ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ എന്ത് പറയും? നീ വലിയ ശൈത്താനാണ്, അല്ലാഹുവിന്റെ വലിയല്ല. അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകിയിരിക്കുന്ന അത്തരത്തിലുള്ള കറാമത്തുകൾ പിൽകാലഘട്ടത്ത് നൽകുകയില്ല. രണ്ടാമത്തേത്, ഒരു നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് നൽകുന്നത് ആ നബിയെ ആളുകൾ സത്യപ്പെടുത്താൻ വേണ്ടിയാണ്, ആ നബിയിൽ ആളുകൾ പൂർണ്ണമായി വിശ്വസിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഒരു വലിയിൽ നിന്ന് കറാമത്ത് ഉണ്ടായതുകൊണ്ട് ആ വ്യക്തിയെ പൂർണ്ണമായി അനുസരിക്കണമെന്നില്ല. ഒരു വ്യക്തി അങ്ങനെ പൂർണ്ണമായി അനുസരിക്കാൻ പാടില്ല. പ്രവാചകനെ അനുസരിക്കുന്നത് പോലെ സാധാരണ ഒരു വ്യക്തിയെ അവൻ എത്ര വലിയാണെന്ന് സങ്കല്പിച്ചാലും, അത് സഹാബിയാണെങ്കിൽ പോലും ഒരൊറ്റ സഹാബിയെ മാത്രം നമ്മൾ അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുസരിക്കുക എന്നുള്ളത് ശർഅ് പഠിപ്പിച്ചതല്ല. മറിച്ച് സഹാബികൾ തെളിവാണെന്ന് പറയുന്നത് അവരുടെ മൊത്തത്തിലുള്ള നിലപാടിനെ കുറിച്ചാണ്. അപ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഒരു കറാമത്ത് ഒരു വലിയിൽ നിന്നുണ്ടായാൽ അത് ആ നബിയുടെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമാണ്, ആ നബിയുടെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമാണ്. അതിനെ ചുരുക്കി അഹ്ലുസുന്ന എന്ത് പറയും? ഔലിയാക്കളുടെ കറാമത്തുകൾ നബിമാരുടെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. ഔലിയാക്കളുടെ കറാമത്തുകൾ നബിമാരുടെ മുഅ്ജിസത്തിൽ പെട്ടതാണ്. ഇപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു കറാമത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമാണ്. അത് പ്രവാചകന്റെ നുബൂവത്തിനെ സത്യപ്പെടുത്തുന്നതാണ്. അതല്ലാതെ എല്ലാവരും അബൂബക്കറിനെ അനുസരിക്കണം എന്നതിനുള്ള തെളിവല്ല എന്ന് അർത്ഥം. എല്ലാവരും അബൂബക്കറിനെയാണ് അതുകൊണ്ട് അനുസരിക്കേണ്ടത് എന്നുള്ള തെളിവല്ല എന്നതാണ് പറഞ്ഞതിന്റെ ഒരു ആകെ തുക. ഇതാണ് കറാമത്തുകളെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ദർസ് കുറച്ച് നീണ്ടുപോയി, അഫ്വാൻ. ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ സൂറത്തുൽ കഹ്ഫിലെ ആ വാക്യങ്ങൾ 9 മുതലുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അസ്ഹാബുൽ കഹ്ഫിന്റെ കറാമത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്ന കറാമത്തുകൾ എന്താണെന്ന് നിങ്ങൾക്കത് വായിക്കുന്നതിലൂടെ മനസ്സിലാകും. ഷംഖീത്തി റഹിമഹുള്ളയൊക്കെ അത് നന്നായി വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശദീകരണം ആവശ്യമാണെങ്കിൽ ഷംഖീത്തിയുടെ ആ തഫ്സീറിന്റെ ഭാഗം എവിടെയെങ്കിലും ട്രാൻസ്ലേഷനോ മറ്റോ കിട്ടുമെങ്കിൽ അങ്ങനെ വായിക്കാനും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.